നമസ്കാരം. അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് കൊച്ചിയിൽ നിന്ന് വരുന്നത്. അപകടത്തിൽപ്പെട്ട ചരക്കു കപ്പൽ കൂടുതൽ മുങ്ങുന്നതായി നാവികസേന ഇപ്പോൾ വിവരം കൈമാറിയിരിക്കുകയാണ്. കൂടുതൽ കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണിട്ടുണ്ട്. അതേസമയം കടലിൽ വീണ കണ്ടെയ്നറുകൾ ഉച്ചയോടുകൂടി തീരം തൊട്ടേക്കും എന്ന ജാഗ്രതാ നിർദ്ദേശം കൂടി നാവികസേന പങ്കുവയ്ക്കുകയാണ്. നമുക്ക് നോക്കാം വിശദമായി. ആദ്യം തലക്കെട്ടുകൾ. അപകടത്തിൽപ്പെട്ട കപ്പൽ മുങ്ങുന്നു. വേറെയും കണ്ടെയ്നറുകൾ കടലിൽ വീണു. ക്യാപ്റ്റനടക്കം 3 പേരെയും പുറത്തെത്തിച്ചതും നാവികസേന. 24 ജീവനക്കാരും സുരക്ഷിതർ. നാവികസേനയുടെ കപ്പൽ INS സുജാത അപകടത്തിൽപ്പെട്ട കപ്പലിന് അരികെ. അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പലിലെ കണ്ടെയ്നറുകൾ ഉച്ചയോടെ കൊച്ചി ആലപ്പുഴ തീരത്തടുത്തേക്കുമെന്ന് മുന്നറിയിപ്പ്. തുടരുതെന്ന് തീരവാസികൾക്ക് നിർദ്ദേശം. കണ്ടെയ്നറുകൾ പൊട്ടിയാൽ സ്ഥിതി ഗുരുതരമാകുമെന്ന നിഗമനം. ആശങ്ക തുടരുന്നു. അപകട കാരണം സംബന്ധിച്ചും വ്യക്തതയില്ല. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. ഇടുക്കിയിൽ മരം വീണ് ചികിത്സയിലായിരുന്ന സ്ത്രീ മരിച്ചു. പലയിടത്തും മരങ്ങൾ വീണു. കഴിഞ്ഞ മഴക്കാലത്ത് ഉരുൾപൊട്ടിയ വിലങ്ങാട് വീണ്ടും മണ്ണിടിച്ചിൽ. മലങ്കര ഡാം മുന്നറിയിപ്പില്ലാതെ തുറന്നു. 5 വടക്കൻ ജില്ലകളിൽ റെഡ് അലർട്ട്, മറ്റ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ഡൽഹിയിലും കനത്ത മഴ, റെഡ് അലർട്ട്. നിരവധി വിമാന സർവീസുകൾ വഴിതിരിച്ചുവിട്ടു. കൊച്ചിയിൽ നിന്ന് പോയ വിമാനം ലക്നൌവിൽ ഇറക്കി. BJP ലക്ഷ്യമിടുന്നത് 20 നിയമസഭാ മണ്ഡലങ്ങൾ. തിരുവനന്തപുരം, ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലങ്ങളുടെ പരിധിയിൽ മാത്രം 6 എണ്ണം. തലസ്ഥാന മണ്ഡലങ്ങൾ പിടിക്കാൻ രാജീവ് ചന്ദ്രശേഖറും കുമ്മനം രാജശേഖരനും അംഗം കുറിക്കുമെന്ന് സൂചന. മറ്റ് മുന്നണികളിലെ ജനസ്വാധീനമുള്ളവരെ BJPയിൽ എത്തിക്കാനും നീക്കം. ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള സർവകക്ഷി സംഘം ഇന്ന് ഗയാനയിൽ. ന്യൂയോർക്കിൽ ഭീകരാക്രമണത്തിൽ തകർന്ന ട്വിൻ ടവർ സ്മാരകം സന്ദർശിച്ചു. ബൈജയന്ത് പാണ്ഡെയും സംഘവും ബഹ്റിനിൽ. സുപ്രിയ സുലയുടെ സംഘം ഖത്തറിൽ. NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ഡൽഹിയിൽ. പ്രധാനമന്ത്രി പങ്കെടുക്കും. പത്ത് ദിവസമായിട്ടും കാളികാവിലെ ആളെക്കൊല്ലിക്കടുവയെ കൂട്ടിലാക്കാനായില്ല. ഇന്നും ദൌത്യം തുടരും. തെരച്ചിൽ നടത്തുന്നത് 20 പേരടങ്ങിയ 3 RRT സംഘങ്ങൾ. പത്തനംതിട്ടയിൽ ഹോം നഴ്സിന് മർദ്ദനമേറ്റ് ചികിത്സയിലായിരുന്ന 59കാരൻ മരിച്ചു. ശശിധരൻ പിള്ളയ്ക്ക് മർദ്ദനമേറ്റത് 1 മാസം മുമ്പ്. മർദ്ദിച്ചത് അൾഷൈമേഴ്സ് രോഗബാധിതനായ ശശിധരൻ പിള്ളയെ പരിചരിക്കാനെത്തിയ വിഷ്ണു. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ആദ്യം നമ്മൾ കടക്കുന്നത്. അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ട ലൈബീരിയൻ ചരക്ക് കപ്പൽ കൂടുതൽ മുങ്ങുന്നു. അപകടാവസ്ഥയിലായതിനാൽ കപ്പലിൽ തുടരുകയായിരുന്ന ക്യാപ്റ്റൻ ഉൾപ്പെടെ 3 പേരെ നാവികസേന രക്ഷപ്പെടുത്തി. കപ്പലിലെ കൂടുതൽ കണ്ടെയ്നറുകൾ കടലിൽ വീണു. ഇന്നലെ കടലിൽ പതിച്ച കണ്ടെയ്നറുകൾ ഉച്ചയോടെ തീരത്തടിയാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. എറണാകുളം, ആലപ്പുഴ ജില്ലകളിലെ തീരത്തടിയാനാണ് കൂടുതൽ സാധ്യതയെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കുന്നു. ഡാനി പോളും VV അരുണും കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും. ആദ്യം ഡാനി പോളിലേക്ക് പോവുകയാണ്. ഡാനി, അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകുന്ന സാഹചര്യമാണ്. കടലിൽ വീണ കണ്ടെയ്നറുകൾ ഇന്ന് ഉച്ചയോടുകൂടി ആലപ്പുഴ, എറണാകുളം തീരങ്ങൾ തൊടാനുള്ള സാധ്യതയാണ് പറയുന്നത്. എത്രത്തോളം ആശങ്കാജനകമായ സാഹചര്യമാണ്? ആര്യ, ഇന്നലത്തേതിന് അതിൽ നിന്ന് കുറച്ചുകൂടി അത് സ്ഥിതിഗതികൾ നിയന്ത്രണം എന്ന രീതിയിലേക്ക് വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ആ രീതിയിലല്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യങ്ങൾ. കാരണം നാവികസേനയിൽ നിന്ന് തന്നെയുള്ള ഔദ്യോഗികമായ അറിയിപ്പുകൾ പ്രകാരം അത് കപ്പൽ കൂടുതൽ മുങ്ങുന്നു എന്ന രീതിയിൽ തന്നെയാണ് അവർ അത് സ്ഥിരീകരിക്കുന്നത്. കപ്പൽ കൂടുതൽ ചരിയുന്നു. അതിൽ നിന്ന് കൂടുതൽ കണ്ടെയ്നറുകൾ, ഇന്നലെ 8 കണ്ടെയ്നറുകളാണ് കടലിലേക്ക് പതിച്ചതെങ്കിൽ ഇന്ന് കൂടുതൽ കണ്ടെയ്നറുകൾ കടലിലേക്ക് പതിച്ചിരിക്കുന്നു എന്ന വിവരവും, അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ തന്നെയും വളരെ പ്രക്ഷുബ്ധമായ കടലിൽ വീണ്ടും കപ്പലിനെ വീണ്ടെടുക്കുവാനുള്ള അവസാനവട്ട ശ്രമം എന്ന രീതിയിൽ അതിൽ തുടരുകയായിരുന്ന ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ള 3 പേർ ആ കപ്പലിൽ തുടരുകയായിരുന്നു. ഒപ്പം അവർക്ക് പിന്തുണയും സാങ്കേതിക സഹായവും നിർദ്ദേശവും എല്ലാം തന്നെ നൽകിക്കൊണ്ട്
നാവികസേനയും തീരസംരക്ഷണ സേനയും ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിലത്തെ അറിയിപ്പ് പ്രകാരം അവർ നാവികസേനയുടെ കപ്പലിലേക്ക് അവരെ മാറ്റിയിരിക്കുന്നു എന്നതാണ്. ഈ 3 പേരെയും അതിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. അതായത് നിലവിൽ ആ കപ്പലിൽ ആരും തന്നെയില്ല, ജീവനക്കാർ ആരും തന്നെ ഇല്ല എന്നതാണ്. അതിൻ്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെടുമോ എന്ന രീതിയിലേക്ക് അടക്കം കാര്യങ്ങൾ വന്നിരിക്കുന്നു. അതായത് കപ്പൽ പൂർണ്ണമായും മുങ്ങി താഴുമോ എന്ന ആശങ്ക എല്ലാവരിലും തന്നെ ഉണ്ടായിരിക്കുന്നു എന്നതാണ്. കൂടുതൽ കണ്ടെയ്നറുകൾ കടലിലേക്ക് പതിച്ചിരിക്കുന്നു എന്നതും സ്ഥിരീകരിക്കുന്നു. നേരത്തെ ഉണ്ടായിരുന്ന 8 കണ്ടെയ്നറുകൾക്ക് പുറമെ കൂടുതൽ കണ്ടെയ്നറുകൾ കടലിലേക്ക് പതിച്ചിരിക്കുന്നു എന്നത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം ഈ കപ്പലിനെ വീണ്ടെടുക്കാൻ കഴിയും? അതുമാത്രവുമല്ല ഗുരുതരമായ ചോദ്യം, ഈ കണ്ടെയ്നറുകൾ അതിൻ്റെ ഒരു സ്ഥിതി എന്താണ്? കപ്പലിൽ മറ്റ് കണ്ടെയ്നറുകളും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ നിയന്ത്രിക്കാൻ കഴിയുക എന്നതടക്കമുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോഴും നാവികസേനയുടെ 2 കപ്പലുകളും തീര സംരക്ഷണ സേനയുടെ 1 കപ്പലും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു നിരീക്ഷണത്തിനായി ഡോണയർ വിമാനവും ഹെലികോപ്റ്ററും എല്ലാം തന്നെ ഉൾക്കടലിൽ തുടരുന്നു എന്നത് തന്നെയാണ്. ഏതാണ്ട് 70 കിലോമീറ്ററിനപ്പുറം കൊച്ചി തീരത്ത് നിന്ന് 38 നോട്ടിക്കൽ മൈലിനപ്പുറമാണ് ഇപ്പോൾ കപ്പൽ ഉള്ളത്. അവിടെ നിന്നുള്ള രക്ഷാപ്രവർത്തനങ്ങൾ തന്നെയാണ് നാവികസേന അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇപ്പോഴും ആ സാഹചര്യങ്ങൾ അവിടെ തന്നെ തുടരുന്നു എന്നതാണ്. ഇതിൽ ഏറ്റവും ഗുരുതരമായ ഒരു ചോദ്യം അവശേഷിക്കുന്നത് നേരത്തെ ആര്യ ചോദിച്ചതുപോലെ ഈ കണ്ടെയ്നറുകൾ രാസവസ്തുക്കളെല്ലാം തന്നെ അടങ്ങിയ കണ്ടെയ്നറുകളാണ്. അത് തീരത്തേക്ക് അടിയാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. അത് തന്നെയാണ് സംഭവിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ അത് എറണാകുളം ജില്ലയുടെയും ആലപ്പുഴ ജില്ലയുടെയും ഭാഗങ്ങളിലേക്കാണ് ഒഴുക്കിനനുസരിച്ചുകൊണ്ട് കൂടുതൽ നീങ്ങാനുള്ളൊരു സാധ്യത കൽപ്പിക്കുന്നത്. അത് കൂടുതലും എറണാകുളം വിട്ട് ആലപ്പുഴയിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് ആ രീതിയിലുള്ളൊരു സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യങ്ങളിൽ ഏത് രീതിയിൽ അത് മറികടക്കാൻ കഴിയും എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. അത് ആരും തന്നെ അലക്ഷ്യമായി കൈകാര്യം ചെയ്യാതിരിക്കുക എന്ന നിർദ്ദേശം എല്ലായ്പ്പോഴും തന്നെ നൽകുന്നുണ്ട്. ആ ഒരു നിർദ്ദേശം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഏതെങ്കിലും രീതിയിൽ കണ്ടെയ്നർ തീരത്ത് എത്തുകയാണെങ്കിൽ ഒരു കാരണവശാലും അത് സ്വന്തം രീതിയിൽ ആരെങ്കിലും അത് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കരുത്. അത് അധികൃതരെ അറിയിക്കുക. വളരെ കർശനമായൊരു നിർദ്ദേശമാണുള്ളത്. ഒപ്പം തന്നെയും മത്സ്യബന്ധനത്തിന് പോകുന്ന തൊഴിലാളികൾക്കും ഇതേ നിർദ്ദേശം തന്നെ നൽകിയിരിക്കുന്നു. ആരും തന്നെയും ഈ ഒരു സാഹചര്യത്തിലേക്ക് കണ്ടെയ്നറുകൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ തന്നെയും സ്വന്തം രീതിയിലേക്ക് അത് പരിശോധിക്കാനോ ഒന്നും തന്നെ ആരും തന്നെ മുതിരരുത്. ഉടൻ തന്നെ ഈ രക്ഷാപ്രവർത്തകരെ അറിയിക്കുക എന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഡാനി, നമുക്കറിയാം ഈ കണ്ടെയ്നറുകൾ തീരത്തേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ ആശങ്ക സൃഷ്ടിക്കുന്ന സാഹചര്യമാണ്. ഇപ്പോൾ അധികൃതർ പോലും കൈമാറുന്ന വിവരം അനുസരിച്ച് പൊട്ടിത്തെറിക്കുമോ എന്നുള്ള ഒരു ആശങ്കയാണ് ആദ്യമായി മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ ഏത് തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് തീരത്ത് എടുക്കുന്നത്? സ്വാഭാവികമായും ഇന്ന് ഉച്ചയോടുകൂടി ആലപ്പുഴ എറണാകുളം തീരത്തേക്ക് ഇത് തീരത്തണയാൻ ഉള്ള സാധ്യത കൽപ്പിക്കപ്പെടുമ്പോൾ അതിനു വേണ്ട മുന്നൊരുക്കങ്ങൾ ഈ തീരങ്ങളിൽ ഇതിനോടകം എടുത്തു കഴിഞ്ഞിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എങ്ങനെയാണ്? ഇക്കാര്യത്തിൽ കൃത്യമായൊരു നിരീക്ഷണം നമ്മുടെ തീരരക്ഷാസേനയുടെയും നാവികസേനയുടെയും ഭാഗത്തുനിന്നുണ്ട്. കാരണം ഇത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട വസ്തുക്കൾ തന്നെയാണ് എന്നൊരു ഉത്തമ ബോധ്യം അവർക്കുള്ളത് കൊണ്ട് തന്നെ ആരെയും അത് ആ രീതിയിലേക്ക് കൈകാര്യം ചെയ്യാനായിട്ട് അവർ അനുവദിക്കുകയുമില്ല. കൃത്യമായൊരു നിരീക്ഷണം ഈ ഡോണയർ വിമാനങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഏർപ്പെടുത്തുന്നുണ്ട്. ഏത് ഭാഗത്തേക്ക് നീങ്ങുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയാനായിട്ടും എല്ലാം തന്നെ സാധിക്കുകയും ചെയ്യും. അങ്ങനെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് വളരെ പെട്ടെന്ന് അടിഞ്ഞുകൂടുന്ന രീതിയിലേക്കൊന്നും കാര്യങ്ങൾ സംഭവിക്കില്ല എന്ന് തന്നെയാണ് ഇതുവരെയുള്ള ഒരു വിലയിരുത്തൽ. ബാക്കിയെല്ലാം ഈ കടലിൻ്റെ ഒഴുക്കിൻ്റെയും അതിൻ്റെ ഒരു പ്രക്ഷുബ്ധാവസ്ഥയുടെയും സാഹചര്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് മാത്രമേ മറ്റൊന്ന് ചിന്തിക്കാനായിട്ട് സാധിക്കൂ. ഏതായാലും കൃത്യമായൊരു നിരീക്ഷണം ഈ കാര്യങ്ങളിലെല്ലാം തന്നെ നടക്കുന്നുണ്ട് എന്നത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഈ തീരത്തേക്ക് നീങ്ങുന്ന ഭാഗങ്ങളിൽ കൃത്യമായ രീതിയിലുള്ള മുന്നൊരുക്കങ്ങളുണ്ട്. പക്ഷേ അത് ഈ ഉടനെ ഈ ഒരു രാവിലെയോടുകൂടി ആയിരിക്കില്ല, പക്ഷേ അത് ഉച്ചയോടുകൂടി ആയിരിക്കും അത്തരം ഒരു കാര്യങ്ങളിലേക്ക് വരിക. കാരണം അതെങ്ങോട്ട് ഒഴുകുന്നു, എങ്ങനെയാണ് അതിൻ്റെ പോക്ക് എന്നതെല്ലാം സംബന്ധിച്ച കൃത്യമായൊരു നിരീക്ഷണം ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഒഴുക്കിനനുസരിച്ച് തന്നെ ആ മേഖലകളിൽ കൂടുതൽ കരുതൽ ഏർപ്പെടുത്താനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്യും. അത്തരം അറിയിപ്പുകൾ എവിടെയൊക്കെയാണ് എങ്ങനെയാണ് എന്നത് വൈകാതെ ഉണ്ടാകും. തീർച്ചയായും നാവികസേനയിൽ നിന്ന് നമുക്ക് ലഭ്യമായ വിവരങ്ങളാണ് ഇപ്പോൾ ഡാനി ഇപ്പോൾ പങ്കുവച്ചത്. വി അരുൺ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ, ഈ ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന മുന്നറിയിപ്പുകൾ ഏത് തരത്തിലാണ് ഈ വിഷയത്തിൽ?
ആര്യ, ഗുരുതരമായ സാഹചര്യമുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അത് എത്രത്തോളം ഗുരുതരമാകും അല്ലെങ്കിൽ എത്രത്തോളം അത് ഇല്ലാതാക്കാൻ ശ്രമം ഉണ്ടാകുമെന്നാണ് അറിയേണ്ടത്. ഏറ്റവും പ്രധാനം ഈ കപ്പലിൽ നിന്ന് പോയ കണ്ടെയ്നറുകൾ എങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നു എന്നുള്ളതാണ്. അത് ദുരന്തനിവാരണ അതോറിറ്റി ഇപ്പോൾ നൽകുന്ന വിവരമനുസരിച്ച്, സൂചനകളനുസരിച്ച് വളരെ കൃത്യമായി അവർക്ക് അതിൻ്റെ ഒരു റൂട്ട്, അത് എങ്ങോട്ടേക്ക് വരാമെന്ന സാധ്യതകളൊക്കെ അവർ കണക്ക് കൂട്ടുന്നുണ്ട്. ഇത് കേരള തീരത്ത് പ്രധാനമായും ആലപ്പുഴ, എറണാകുളം ജില്ലകളിലേക്ക് എത്താനാണ് കൂടുതൽ സാധ്യതയുള്ളത്. ആ ഭാഗങ്ങളിലേക്ക് തന്നെ ഇതെത്താനാണ് കൂടുതൽ സാധ്യതയുള്ളത്. ഒരുപക്ഷെ അത് തിരുവനന്തപുരം കൊല്ലം തീരങ്ങളിലേക്കും എത്തിയേക്കും. അത് സാധ്യത കുറവാണ്. ഏറ്റവും അധികം സാധ്യത ഇത് ഒഴുകിയെത്താനുള്ളത് എറണാകുളം, ആലപ്പുഴ ജില്ലകളിലാണ്. കേരളത്തിൻ്റെ മറ്റു തീരങ്ങളിൽ എത്താനുള്ള സാധ്യത വിരളമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നത്. ഒരു മണിക്കൂറിൽ 1 കിലോമീറ്റർ എന്ന വേഗത്തിലാണ് ഈ കണ്ടെയ്നറുകൾ കടലിലൂടെ ഒഴുകി നീങ്ങുന്നത്. ഏകദേശം ഒരു കണക്കുകൂട്ടൽ അങ്ങനെയാണ് നാവിക കോസ്റ്റ് ഗാർഡും അതുപോലെ ദുരന്ത നിവാരണ അതോറിറ്റിയും കണക്കുകൂട്ടുന്നത്. മണിക്കൂറിൽ 1 കിലോമീറ്റർ എന്ന വേഗത്തിൽ ഇത് കടലിലൂടെ നീങ്ങുന്നുണ്ട്. അത് ആ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ പക്ഷേ ഉച്ചയോടുകൂടിയോ ഉച്ചയ്ക്ക് ശേഷമോ ഇത് തീരം തൊടാം. ഏതെങ്കിലും ഉൾക്കടലിൽ നിന്ന് തീരമേഖലകളിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അത് ഏറ്റവും അധികം സാധ്യത ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ തന്നെയാണ്. തിരുവനന്തപുരത്തേക്കും കൊല്ലത്തേക്കും വന്നാലും അത്ഭുതപ്പെടാനില്ല എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കുന്നത്. മറ്റു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉള്ളത്, സർക്കാർ വളരെ ഗൗരവത്തോടെ ഈ സാഹചര്യം വിലയിരുത്തുന്നു. അതിപ്പോൾ കപ്പലിലുള്ള ആളുകളെ എല്ലാം രക്ഷപ്പെടുത്തി കഴിഞ്ഞു. എന്നതിനപ്പുറത്തേക്ക് കപ്പലിലെ കൂടുതലുള്ളത് ഇത്തരം ഇന്ധനമാണ്, ഓയിലാണ്. അതുകൊണ്ട് തന്നെ അത് കടലിൽ കലർന്നാൽ വലിയ പാരിസ്ഥിതിക വിഷയം അത് ഉണ്ടാകും. മത്സ്യമേഖലയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടാകും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കപ്പൽ ഇപ്പോൾ താഴ്ന്നുകൊണ്ടിരിക്കുന്നു ഡാനി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു. കപ്പൽ നേരെ അത് താഴ്ന്നു പോയാൽ വലിയ പ്രശ്നമുണ്ടല്ലോ. പക്ഷേ കപ്പലിൻ്റെ ഹൾ, അതായത് അതിൻ്റെ പള്ളഭാഗം, അത് തകർന്നാണ് കപ്പൽ താഴുന്നതെങ്കിൽ അതിലുള്ള ഇന്ധനം കൂടി കടലിലേക്ക് കലരാൻ ഇടയുണ്ട്. അത് ഗുരുതരമായ സാഹചര്യം ഉണ്ടാകും. അതുപോലെ തന്നെയാണ് ഈ കണ്ടെയ്നറുകൾ തുറന്നു പോയാൽ അതും ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതാണിപ്പോൾ സംസ്ഥാനത്ത് ഏറ്റവും അധികം ബാധിക്കാൻ പോകുന്ന ഒരു സംഭവം. അതായത് ഇതിൽ നിന്ന് എണ്ണച്ചോർച്ചയാണ്. ഈ തീരത്തെ എണ്ണച്ചോർച്ച തന്നെയാണ് ഇതിന് ഏറ്റവും അധികം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി സംസ്ഥാനം വളരെ ഗൗരവത്തോടെ എടുക്കുമെന്ന് സൂചിപ്പിച്ചു. നിർണായകമായ യോഗങ്ങൾ സംസ്ഥാന സർക്കാർ വിളിച്ചിട്ടുണ്ട്. ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിലുള്ള യോഗം സർക്കാർ ചേരുകയാണ്. സാഹചര്യങ്ങൾ വിലയിരുത്താൻ, സ്ഥിതിഗതി വിലയിരുത്താൻ സംസ്ഥാന ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലകന്റെ അധ്യക്ഷതയിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗമാണ് ചേരാൻ പോകുന്നത്. അത് ആ വാർത്ത ഇപ്പോൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും. രാവിലെ 11:00 ഇതുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായ യോഗം ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേരുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, വളരെ ഗൗരവത്തോടുകൂടി സംസ്ഥാന സർക്കാർ ഈ സാഹചര്യങ്ങളെ നോക്കിക്കാണുകയാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ കപ്പലിൽ നിന്നുള്ള എണ്ണ ചോർച്ചയുണ്ടാകുമോ, അതുതന്നെയാണ് ഇനി കേരളം ഏറ്റവും ആശങ്കയോടുകൂടി കാത്തിരിക്കുന്നത്. കാരണം നമുക്കറിയാം, നമ്മുടെ തീരമേഖല മത്സ്യസമ്പത്ത് കൊണ്ട് സമ്പുഷ്ടമാണ്. ആ തീരമേഖലയിൽ ആഴക്കടലിലുമൊക്കെ ഇത്തരത്തിൽ ഓയിൽ ലീക്കേജ് ഉണ്ടായാൽ, എണ്ണ കടലിൽ കലർന്നാൽ അത് മത്സ്യമേഖലയെ വലിയ രീതിയിൽ ബാധിക്കും. അതുതന്നെയാണ് സംസ്ഥാനത്ത് ഏറ്റവും വലിയ ആശങ്ക. ആ സാഹചര്യങ്ങൾ വിലയിരുത്തുകയാണ് സർക്കാർ. അപകടങ്ങൾ ഒഴിവാക്കാനുള്ള ശ്രമങ്ങളിലാണ് സർക്കാർ. ഈ കണ്ടെയ്നർ ഒഴുകി നടക്കുന്നത് മാത്രമല്ല, ഈ കപ്പലിൽ നിന്നുണ്ടാകുന്ന എണ്ണ ചോർച്ച പോലും വളരെ അപകടകരമാണ്. അത് ആ സാഹചര്യങ്ങൾ വിലയിരുത്താനാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗം ചേരുന്നത്. ആര്യ, തീർച്ചയായും അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ ആശങ്ക നിറഞ്ഞ സാഹചര്യം തന്നെയാണ്. എന്തായാലും അതീവ ഗൗരവതരമായി ഈ വിഷയത്തെ സർക്കാരും നോക്കിക്കാണുന്നു. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഈ സ്ഥിതിഗതികൾ വിലയിരുത്തുവാനും വേണ്ട നടപടിക്രമങ്ങൾ സ്വീകരിക്കുവാനുമായി 11:30 ഒരു യോഗം ചേരുന്നുണ്ട് എന്നുള്ളതാണ് ഗവൺമെന്റ് തലത്തിൽ നിന്നുള്ള ഈ വിഷയത്തിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്. ഡാനി പോളിലേക്ക് വീണ്ടും പോവുകയാണ്. ഡാനി, അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഇന്ധനം അത് കടലിൽ പടർന്നാലുണ്ടാകുന്ന അവസ്ഥ, വീണാലുണ്ടാകുന്ന അവസ്ഥ ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കടലിന്റെ ആവാസ വ്യവസ്ഥയെയും മത്സ്യസമ്പത്തിനെയും അടക്കം അത് പ്രതികൂലമായി ബാധിക്കും. അപ്പോൾ ഈ കപ്പൽ കൂടുതലായി മുങ്ങിത്താണുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അതിലുള്ള കൂടുതൽ കണ്ടെയ്നറുകൾ അപ്പോൾ ഇനിയും കടലിലേക്ക് വീഴില്ലേ എന്നുള്ള വലിയ ആശങ്കയുണ്ടല്ലോ. അപ്പോൾ ആ കണ്ടെയ്നറുകൾ അതിൽ നിന്ന് മാറ്റാൻ എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ? അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ദൗത്യം നടക്കുന്നുണ്ടോ ഇപ്പോൾ? ആര്യ, ഇപ്പോൾ നേവിയുടെ ഭാഗത്ത് നിന്ന് അത്തരമൊരു അപ്ഡേറ്റ്സ് ഒന്നും തന്നെ വന്നിട്ടില്ല. കാരണം അത് നേരത്തെ ഉണ്ടായിരുന്ന അവരുടെ ഒരു അറിയിപ്പ് പ്രകാരം അതിൻ്റെ ക്യാപ്റ്റനും മറ്റ് 2 ക്രൂ മെമ്പേഴ്സുമാണ് അതിലുണ്ടായിരുന്നത്. കപ്പലിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുവാനുള്ള ഏറ്റവും അവസാനത്തെ ശ്രമങ്ങൾ അവർ നടത്തുന്നു എന്നതാണ്. അതിന് തീരരക്ഷാസേനയും നാവികസേനയും എല്ലാം അവരുടെ ഒരു പ്രായോഗിക പരിജ്ഞാനം ഇതെല്ലാം തന്നെ അവർക്ക് നൽകുകയും ആ രീതിയിൽ ഉള്ള ചില ശ്രമങ്ങൾ നടത്തുകയായിരുന്നു. പക്ഷേ
കടൽ വല്ലാതെ പ്രക്ഷുബ്ധമാവുന്നൊരവസ്ഥയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു നിയന്ത്രണങ്ങളിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഈ കപ്പലിൻ്റെ ഒരു ബാലൻസിങ് അത്തരമൊരു സംവിധാനം എല്ലാം തന്നെ ഈ കണ്ടെയ്നറുകൾ ഒരു ഭാഗത്ത് നിന്ന് നിലപ്പതിച്ചതോടുകൂടി അത് ഇല്ലാതായിരിക്കുന്നു. ഇപ്പോൾ കൂടുതൽ കണ്ടെയ്നറുകൾ വീണ്ടും കടലിലേക്ക് വീണിരിക്കുന്നു എന്നതാണ് അവസ്ഥ. അപ്പോൾ അതിൻ്റെ ഒരു ബാലൻസ് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. ഇനി കാര്യങ്ങൾ അപകടകരമാണ്, അതിനകത്ത് തുടരാനായിട്ട് സാധിക്കുകയില്ല എന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് അതിൽ നിന്ന് ക്യാപ്റ്റൻ അടക്കം ഈ ക്യാപ്റ്റൻ അതിൽ നിന്ന് മറ്റു കപ്പലിലേക്ക് മാറ്റുന്നു എന്നത് തന്നെ അതിൻ്റെ ഒരു സ്ഥിരീകരണമാണ്. അപ്പോൾ ഇനി അവശേഷിക്കുന്നത് ഇതിന് ഏത് രീതിയിൽ ഇതിൻ്റെ ഒരു ആഘാതം കുറയ്ക്കാൻ കഴിയുമെന്നതാണ്. അതാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നതും കാര്യങ്ങളുമെല്ലാം. ഏത് രീതിയിൽ അതിൽ നിന്ന് കണ്ടെയ്നറുകൾ മാറ്റുക എന്നത് കടലിൽ വെച്ച് മാറ്റുക എന്നത് എളുപ്പമുള്ളതോ അല്ലെങ്കിൽ പെട്ടെന്ന് നടപ്പാക്കാൻ കഴിയുന്നതോ ഉള്ള ഒരു കാര്യമൊന്നുമല്ല. പ്രത്യേകിച്ച് ഇത്തരം ഈ കടൽ ഇത്ര കണ്ട് ക്ഷോഭിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിൽ എത്രമാത്രം അത് സാധ്യമാണ് എന്നതെല്ലാം തന്നെ വലിയ ചോദ്യങ്ങളാണ്. അപ്പോൾ ഇനി ഈ അപകട സന്ധി എങ്ങനെ മറികടക്കാൻ കഴിയും എന്നതാണ് ഇപ്പോഴുള്ള ആലോചനയും എല്ലാം തന്നെ. ഏതായാലും അത് സംബന്ധിച്ച് കൂടുതൽ ഔദ്യോഗികമായ സ്ഥിരീകരണം തന്നെയാണ് വരേണ്ടത്. കാരണം ഇത് സംബന്ധിച്ച് അതിൻ്റെ വിദഗ്ധർ തന്നെയാണ് കൂടിയിരുന്ന് ആലോചിച്ച് എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ രീതിയിലുള്ള അവലോകനം നടത്തേണ്ടത്. ഏതായാലും അതെല്ലാം വരും മണിക്കൂറിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇതിൽ കൃത്യമായി പറയുന്നത്. കണ്ടെയ്നറുകൾ മാറ്റുക എന്നതെല്ലാം തന്നെ അത്ര കണ്ട് പ്രായോഗികമായ കാര്യങ്ങളല്ല എന്നത് തന്നെയാണ് തുടക്കത്തിൽ തന്നെ പറയുന്നത്. അത് ഈ ഒരു അവസ്ഥയിൽ ചിന്തിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥ തന്നെയാണ്. അപ്പോൾ അപകടത്തിൻ്റെ തീവ്രത കുറക്കുക, നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ പാരിസ്ഥിതിക ആഘാതം അതിൻ്റെ ഒരു തോത് കുറയ്ക്കാൻ പര്യാപ്തമായ നടപടികളിലേക്ക് നീങ്ങുക എന്നതടക്കമുള്ള കാര്യങ്ങൾ തന്നെയാണ് ചർച്ച ചെയ്യുന്നത് എന്ന് തന്നെയാണ്. എന്നാലും അതിൻ്റെ ഒരു വിശദീകരണവും വിശകലനവും എല്ലാം തന്നെ വൈകാതെ എത്തും. തീർച്ചയായും അതീവ സങ്കീർണമായ സാഹചര്യമാണ്. ഡാനി ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിൽ ബന്ധപ്പെട്ട അധികൃതർ തന്നെയാണ് ഇതിൽ വ്യക്തമായ വിവരങ്ങൾ പങ്കുവെക്കേണ്ടത്. നമുക്ക് ചില ഊഹാപോഹങ്ങളിൽ നിന്നുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതലായി സംസാരിക്കാൻ കഴിയില്ല എന്നത് തന്നെയാണ് വാസ്തവം. ഒരിക്കൽ കൂടി അരുണിലേക്ക് പോവുകയാണ്. അരുൺ, നമുക്കറിയാം ഈ പ്രാഥമികമായി ഇപ്പോൾ ആലോചിക്കുന്നത് ഈ കൂടുതൽ പാരിസ്ഥിതികമായ പ്രത്യാഘാതങ്ങൾ ഒഴിവാക്കാനുള്ള നടപടികളായിരിക്കും. ഇന്ന് നടക്കാൻ പോകുന്ന യോഗത്തിലും അത്തരത്തിൽ തന്നെ ആലോചനകൾ ആ തരത്തിലായിരിക്കും മുന്നോട്ട് പോവുക. പക്ഷെ അതേസമയം തന്നെ ഈ തീരത്തേക്ക് അടിയാനുള്ള സാധ്യത, കടൽ ഇപ്പോൾ തന്നെ പ്രക്ഷുബ്ധമാണ്, അത്തരത്തിലുള്ള ഒരു കാലാവസ്ഥയാണ് മുന്നിലുള്ളത്. അതിനാൽ തന്നെ ഈ തീരത്തേക്ക് ഈ കണ്ടെയ്നറുകൾ എത്തിയാൽ ഏത് തരത്തിലുള്ള മുന്നൊരുക്കങ്ങളാണ് തീരദേശവാസികൾ പുലർത്തേണ്ടത്? അവരെ അവിടെ നിന്ന് മാറ്റുന്നത് പോലെയുള്ള വലിയ ആലോചനകളുണ്ടോ? അത്തരത്തിലൊരു സാഹചര്യമുണ്ടോ? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? അത്തരത്തിൽ ആളുകളെ മാറ്റേണ്ട സാഹചര്യം ഉണ്ടാകില്ല. ദുരിതനിവാരണ അതോറിറ്റി ലഭിക്കുന്ന വിവരമനുസരിച്ച് നമുക്ക് മനസ്സിലാകുന്നത് ഈ കണ്ടെയ്നറുകൾ തുറന്നാൽ അത് കടലിൽ ഓയിൽ എണ്ണ കലരുന്ന സാഹചര്യം ഉണ്ടാകും. പക്ഷെ അത് തുറക്കാതെയാണ് മൂടി അവസ്ഥയിൽ തന്നെയാണ് ഈ കണ്ടെയ്നറുകൾ വരുന്നതെങ്കിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. ആളുകൾ അകത്തേക്ക് പോവുകയോ അത് തുറക്കാൻ ശ്രമിക്കാതിരിക്കുകയോ ചെയ്യണം എന്നൊരു സാമാന്യ യുക്തി മാത്രം മതിയാകും അവിടെ. അതുകൊണ്ടാണ് ഇന്നലെ മുതൽ ഈ കപ്പലിൽ നിന്ന് ഈ കണ്ടെയ്നറുകൾ പുറത്തു പോയത് മുതൽ കപ്പൽ അപകടത്തിൽപ്പെട്ടു എന്ന വിവരം പോലും പുറത്തു നൽകുന്നതിന് മുമ്പ് തന്നെ ആദ്യം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ചെയ്തത് ഇതൊരു ഒരിക്കലും ആളുകൾക്ക് സാധാരണക്കാർക്ക് നേരിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വസ്തുവല്ല, ആരും അവിടേക്ക് പോകരുത് എന്ന കൃത്യമായ സന്ദേശം നൽകിയത് ആ ഒരൊറ്റ കാരണം കൊണ്ടാണ്. ആളുകൾ അടുത്തേക്ക് പോകരുത്, അത് അങ്ങനെ നമുക്ക് നേരിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന സാധാരണക്കാർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന വസ്തുവല്ല, അതല്ലെങ്കിൽ അത് ദോഷമുണ്ടാക്കും, അത് തുറക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ തുറന്നാലോ അത് കടലിൽ കടന്നാൽ പോലും ആരുള്ള അപകടമുണ്ട്. അതുകൊണ്ട് അത്തരം സന്ദേശമാണ് അവർ നൽകിയത്. ഈ ആളുകൾ ഇത് തുറക്കാതിരിക്കുക, അതിൽ നിന്ന് സുരക്ഷിതമായ അകലം പാലിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്രയധികം സമയം സർക്കാരിന് ദുരന്തനിവാരണ അതോറിറ്റിക്കുമൊക്കെ ജനങ്ങളെ ഇത് ബോധ്യപ്പെടുത്താൻ ലഭിച്ചിട്ടുണ്ട്. ഇനിയും ഇത് മനസ്സിലാകാതെ വീണ്ടും ഇത് തുറക്കാൻ പോകുന്നവർ ക്ഷണിച്ചു വരുന്ന വലിയ അപകടം അത് അവർക്ക് മാത്രമായ ഒരുപക്ഷെ കടലിലും അതുവഴി പരിസ്ഥിതിക്കും കൂടിയാകും. അതാണ് ദുരന്തനിവാരണ അതോറിറ്റി നൽകുന്ന നിർദ്ദേശവും അവരുടെ സന്ദേശവും. മറ്റു കാര്യമായ മുന്നൊരുക്കങ്ങൾ അവിടെ ഉണ്ടാകേണ്ടതില്ല. ഈ കണ്ടെയ്നറുകളാണ്, അത് ഒഴുകി എവിടെയെങ്കിലും എത്തുമ്പോൾ സ്വാഭാവികമായും അത് സുരക്ഷിതമായി തടഞ്ഞു വയ്ക്കുകയോ അതിനുള്ള സംവിധാനങ്ങൾ ജില്ലാ ഭരണകൂടങ്ങളും ദുരന്തനിവാരണ അതോറിറ്റിയും മറ്റും ചെയ്യും. ജനങ്ങൾ ചെയ്യേണ്ടത്, സാധാരണക്കാർ ചെയ്യേണ്ടത് ഒരു കാരണവശാലും ഇതിനടുത്തേക്ക് പോകാതിരിക്കുകയും ഇത് തുറക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള ശ്രമം നടത്താതിരിക്കുകയുമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആര്യ, തീർച്ചയായും വി അരുണും ഡാനി പോളുമാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കൊച്ചിയിൽ അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പൽ കൂടുതൽ മുങ്ങിത്താഴുന്നു എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായ സാഹചര്യം. കൂടുതൽ കണ്ടെയ്നറുകൾ കടലിലേക്ക് വീഴുന്നു. രാസപദാർത്ഥം അടങ്ങിയ ഇന്ധനം കടലിൽ പടർന്നു കഴിഞ്ഞാൽ അത് കടലിന്റെ ആവാസ വ്യവസ്ഥയെ വളരെ പ്രതികൂലമായി ബാധിക്കും, കടലിന്റെ മത്സ്യസമ്പത്തിനെ വളരെ പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ട് പരിസ്ഥിതിക്ക്
ദോഷം ഇല്ലാത്ത വിധത്തിൽ ഈ പ്രശ്നത്തെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോൾ ഉന്നത തലത്തിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ 11:30 ഈ വിഷയത്തിൽ ഒരു അടിയന്തര യോഗം കൂടി ചേരുന്നുണ്ട്. ഡാനി പോളിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ഡാനി, നമ്മൾ ഈ വിഷയം സംസാരിക്കുമ്പോൾ തന്നെ കാലാവസ്ഥ കൂടി പറഞ്ഞു പോകേണ്ടതുണ്ട്. കാരണം അത്തരത്തിൽ പ്രതികൂലമായ ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഈ പ്രതികൂലമായ കാലാവസ്ഥ, കടൽ പ്രക്ഷുബ്ധമായി നിൽക്കുന്ന സാഹചര്യം, ഇതൊക്കെ ഈ വിഷയത്തെ, രക്ഷാദൌത്യത്തെ, ഇനി നടത്താൻ പോകുന്ന നടപടിക്രമങ്ങളെയൊക്കെ പ്രതികൂലമായി ബാധിക്കും. എറണാകുളത്തെ ഇടതടവില്ലാതെ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേ നിൽക്കുന്ന ഒരു അവസ്ഥയാണോ ഇപ്പോൾ ഉള്ളത്? ആര്യ, മഴയിൽ എറണാകുളത്തിന് ഇതുവരെയും കുറച്ച് ആശ്വാസമുണ്ട്. കാരണം ഇടയ്ക്കുള്ള ഒരു മഴ, അതിൻ്റെ ഒരു തോർച്ചകളിലാണ് അത് വലിയ സങ്കീർണമാകാതിരിക്കുന്നത്. പക്ഷേ മഴ തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. എങ്കിലും അതിൻ്റെ ഒരു തോർച്ചകൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് കാര്യമായൊരു വെള്ളക്കെട്ടിലേക്ക് ഇതുവരെയും എത്തിയിട്ടില്ല. എങ്കിൽ കൂടിയും ശക്തമായ മഴയിൽ പലയിടത്തും, രാത്രി ഉണ്ടായ കാറ്റിലും പലയിടത്തും മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട്. ഫോർട്ട് കൊച്ചിയിൽ മരങ്ങൾ കടപുഴകി വീണു. പക്ഷേ ആളപായമില്ല. സാന്താക്രൂസ് മൈതാനത്തേക്കാണ് മരം വീണത്. ഒപ്പം മറ്റിടങ്ങളിലും പറവൂർ മേഖലയിലും മരം വീണിട്ടുണ്ട്. പക്ഷേ അവിടെയും കാര്യമായ നാശനഷ്ടങ്ങളിലേക്ക് വന്നിട്ടില്ല. കുന്നത്തുനാടും ഇതുപോലെ തന്നെ മരം വീണിട്ടുണ്ട്. അതൊരു വീടിൻ്റെ ഭാഗത്തേക്കാണ് മരം വീണിരിക്കുന്നത്. പക്ഷേ ആളപായമില്ല എന്നതാണ്. അതിൽ കൂടുതൽ അപ്ഡേറ്റ് വരുന്നതേയുള്ളൂ. ഇങ്ങനെ ഈ ശക്തമായ മഴ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ട്, ഇല്ല എന്നല്ല. എങ്കിൽ കൂടിയും നഗരത്തിലേക്ക് വരുമ്പോൾ കാര്യമായൊരു വെള്ളക്കെട്ടോ രൂപപ്പെട്ടിട്ടോ ഒന്നും തന്നെയില്ല. അതിൻ്റെ ഒരു തോർച്ചകൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് നഗര മധ്യത്തിൽ വലിയ വെള്ളക്കെട്ട് എത്താതെ വരുന്നത്. പക്ഷെ മഴ കനക്കുകയാണെങ്കിൽ ഇതെല്ലാം തന്നെ പ്രതിസന്ധിയിലാവും. ജില്ലയുടെ കിഴക്കൻ മേഖലകൾ, പ്രത്യേകിച്ച് ഇടുക്കിയോട് ചേർന്ന് വരുന്ന കോതമംഗലവും പിറവും എല്ലാം തരുന്ന മേഖലകളിൽ കാര്യമായ രീതിയിൽ തന്നെ മഴ പെയ്യുന്നുണ്ട്. ഡാനി പോളാണ് വിശദാംശങ്ങൾ നൽകിയത്. നമ്മൾക്ക് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നുണ്ട്, അതിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ജൂൺ 19 നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കും എന്ന തീയതി പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. വി അരുൺ ചേരുന്നുണ്ട്. അരുൺ, വിശദാംശങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ ന്യൂസ് 18 പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വിജ്ഞാപനമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷെഡ്യൂൾ ഫോർ ദ ബൈ ഇലക്ഷൻ, ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഗസറ്റ് നോട്ടിഫിക്കേഷൻ 26 മെയ് ആണ്. ഡേറ്റ് ഓഫ് പോൾ 19 ജൂണാണ്. ഏതൊക്കെ മണ്ഡലങ്ങളിൽ ഇലക്ഷൻ കമ്മീഷന്റെ ഒരു വാർത്താക്കുറിപ്പ് അല്പസമയം മുമ്പാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ കേരളത്തിൽ നിലമ്പൂരിൽ റെസിഗ്നേഷൻ ഓഫ് PV അൻവർ, അതിന്റെ ഭാഗമായുള്ള ബൈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നു. ഷെഡ്യൂൾ ഫോർ ദ ബൈ ഇലക്ഷൻ ഓഫ് 5 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസീസ് ഓഫ് ഗുജറാത്ത്, കേരള, പഞ്ചാബ് ആൻഡ് വെസ്റ്റ് ബംഗാൾ എന്നാണ് ഇലക്ഷൻ കമ്മീഷന്റെ അല്പസമയം ഇറങ്ങിയ വിജ്ഞാപനത്തിൽ പറയുന്നത്. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ്, നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നു. വളരെ വേഗത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടപടികളിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടക്കുകയാണ്. അതിന്റെ വിജ്ഞാപനത്തിന്റെ ഡേറ്റ്, നടപടിക്രമം ഇങ്ങനെയാണ്. ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഗസറ്റ് നോട്ടിഫിക്കേഷൻ 26 മെയ്, നാളെ ഉപതെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം പുറത്തിറങ്ങും. ലാസ്റ്റ് ഡേറ്റ് ഓഫ് മേക്കിംഗ് ഓഫ് നോമിനേഷൻ, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂൺ 2 ആണ്. ജൂൺ 2 തിങ്കളാഴ്ചയാണ്. 3-ാം തീയതി നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും. 5-ാം തീയതി നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാനുള്ള അവസാന ദിവസമാണ്. 19-ാം തീയതി ജൂൺ 19-ാം തീയതി സംസ്ഥാനം ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ഏറ്റവും ആകാംക്ഷയോടുകൂടി കേരളം കാത്തിരുന്ന, രാഷ്ട്രീയം കാത്തിരുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ജൂൺ 19-നാണ്. 23-ാം തീയതി വോട്ടുകൾ എണ്ണം. 23-ാം തീയതി വോട്ടുകൾ എണ്ണം. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു. വാർത്താ സമ്മേളനത്തിലൂടെ അല്ല, പകരം ഒരു 5 മണ്ഡലങ്ങളിലെ മാത്രമായതുകൊണ്ട് വാർത്താക്കുറിപ്പിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിവരം അറിയിക്കുകയാണ്. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ നേരത്തെ തന്നെ പൂർത്തിയായതാണ്. സ്ഥാനാർത്ഥി നിർണ്ണയം അടക്കമുള്ള കാര്യങ്ങളിൽ ഇനി വേഗത്തിലാകേണ്ടതുണ്ട്. UDF ചില ആശയക്കുഴപ്പങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷെ അവർ പരിഹരിക്കും എന്ന പ്രതീക്ഷയാണ് UDF കേന്ദ്രങ്ങൾ പങ്കുവച്ചത്. CPM-നെ ഇടതുമുന്നണിക്ക് പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ടതുണ്ട്. BJP-ക്ക് തങ്ങളുടെ സ്ഥിതി മെച്ചപ്പെടുത്താൻ അവർക്കും ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന്, മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഭാഗത്തുനിന്ന് എല്ലാ ക്രമീകരണങ്ങളും നേരത്തെ പൂർത്തിയാക്കിയതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചതാണ്. ഒരുപക്ഷെ പഹൽഗാം ആക്രമണത്തിന് ശേഷമാണ് ഈ തീയതിയിൽ ചില മാറ്റങ്ങൾ ഉണ്ടായത്. അവിടെ കശ്മീരിൽ 2 മണ്ഡലങ്ങൾ കൂടി വോട്ടെടുപ്പ് നടക്കേണ്ടതായിരുന്നു. പക്ഷേ ഈ ഇപ്പോഴത്തെ ഷെഡ്യൂളിൽ കശ്മീരിൽ വോട്ടെടുപ്പില്ല. പഹൽഗാം സാഹചര്യത്തിന് ശേഷമുള്ള രാഷ്ട്രീയ സ്ഥിതിഗതികൾ തന്നെയാകാം അത്തരമൊരു തീരുമാനത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ എത്തിച്ചത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഗുജറാത്തിൽ 2 മണ്ഡലങ്ങൾ, കേരളത്തിലെ നിലമ്പൂർ, പഞ്ചാബിൽ ലുധിയാന വെസ്റ്റ്, അതുപോലെ വെസ്റ്റ് ബംഗാളിലെ കാളിഗഞ്ച് മണ്ഡലം, ഇത്തരം 5 ഇടത്താണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നമുക്ക് ഏറ്റവും പ്രധാനം
നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തന്നെയാണ്. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്ന അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. ഒരു വർഷത്തിൽ താഴെ മാത്രമാണ് ഇനി അവിടെ പുതിയ നിയമസഭാ അംഗത്തിന് കാലാവധി ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കിയേക്കാം. നേരത്തെ കുട്ടനാടും അതുപോലെ ചവറയിലുമൊക്കെ ചെയ്തതുപോലെ പൊതുതെരഞ്ഞെടുപ്പിലേക്ക് പോകാം. മണ്ഡലത്തിൽ ഒഴിവിട്ടുകൊണ്ട് തന്നെ മണ്ഡലത്തിലേക്ക് പോകാം. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരുപക്ഷെ ഒരു പരിധിവരെ ആശ്വാസം അതായിരുന്നിരിക്കാം. കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഒരു സെമി ഫൈനലോ അല്ലെങ്കിൽ വളരെ നിർണായകമായ ഒരു മത്സരമോ വരുന്നത് രാഷ്ട്രീയ പാർട്ടി ഇഷ്ടപ്പെടുന്നില്ല. അവിടെ പരാജയമുണ്ടായാൽ അത് ഏത് മുന്നണിക്കായാലും വലിയ ആത്മവിശ്വാസ കുറവുണ്ടാക്കും. ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ വിജയിക്കേണ്ടത് അവരുടെ അഭിമാന പ്രശ്നമാണ്. 2 തവണ ഇടതുമുന്നണി ജയിച്ച മണ്ഡലമാണ്. പി വി അൻവർ എന്ന ആ ഇടതുമുന്നണി MLA UDF-ലേക്ക് അല്ലെങ്കിൽ UDF-മായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിക്കുമ്പോൾ അവിടെ ആ മണ്ഡലം വിട്ടുകൊടുത്താറുന്നത് ഇടതുമുന്നണി പ്രത്യേകിച്ച് CPM പി വി അൻവറിനോട് സമ്മതിക്കുന്ന പരാജയമായി മാറുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അത്തരമൊരു സാഹചര്യം CPM-ന് ചിന്തിക്കാൻ കഴിയില്ല. മറിച്ച് UDF-നാകട്ടെ പി വി അൻവർ എന്ന ഇടത് MLA തന്നെ തങ്ങൾക്കൊപ്പം നിൽക്കുമ്പോൾ ഇനി തങ്ങളുടെ മുൻ ശക്തി കേന്ദ്രം കൈവിട്ടു പോകുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നാണ്. അത് അവരുടെ ആത്മവിശ്വാസം ഒരു രീതിയിൽ ബാധിക്കും. അതുകൊണ്ട് തന്നെ 2 മുന്നണികൾക്കും അതിനിർണായകമായ അതായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അത് ഉണ്ടാകാതെ പോലും പക്ഷേ 2 പേർക്കും അതൊരു തരത്തിൻ്റെ ആശ്വാസമായിരുന്നു. പക്ഷേ അങ്ങനെയല്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലേക്ക് തന്നെ പോവുകയാണ്. ഇവിടെ രാഷ്ട്രീയ പാർട്ടികളുടെ ഇപ്പോഴത്തെ അവകാശവാദങ്ങൾ, രാഷ്ട്രീയ പാർട്ടികളുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തപ്പെടാൻ പോകുന്നു. ജനങ്ങൾ നിലമ്പൂരിൽ വോട്ട് ചെയ്യും. അത് ആർക്കനുകൂലം ആർക്ക് പ്രതികൂലമെന്നാണ് ഇനി അറിയേണ്ടത്. ഏതായാലും സംസ്ഥാനത്ത് ഒരു മണ്ഡലത്തിലാണെങ്കിൽ പോലും ഒരു തെരഞ്ഞെടുപ്പ് ചൂട്, കടുത്ത മഴക്കാലത്ത് കേരളം ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് മാറുകയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്നത് യാഥാർത്ഥ്യമാകുന്നു. ആര്യ, തീർച്ചയായും വി അരുണാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരള രാഷ്ട്രീയം ഏറെ ആകാംക്ഷയോടെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അത് ജൂൺ 23-ന് ഉണ്ടാകും എന്ന പ്രഖ്യാപനമാണ്. ജൂൺ 19-നാണ് വോട്ടെടുപ്പ് നടക്കുക. ജൂൺ 19-ന് തെരഞ്ഞെടുപ്പ് നടക്കും. ജൂൺ 23-ന് വോട്ടെണ്ണൽ നടക്കും എന്ന തീയതി പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് ഒരു വാർത്താക്കുറിപ്പിലൂടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിവരങ്ങൾ പങ്കുവച്ചിട്ടുള്ളത്. 4 സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് തീയതികളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഗുജറാത്ത്, കേരളം, പഞ്ചാബ്, പശ്ചിമ ബംഗാൾ എന്നീ 4 സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് തീയതികളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. നേരത്തെ നമുക്കറിയാം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ തയ്യാറെടുപ്പുകൾ അടക്കം വളരെ കാര്യക്ഷമമായി മുന്നോട്ടു പോകുമ്പോൾ ചൂടേറിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആകസ്മികമായി പഹൽഗാം ഭീകരാക്രമണം വന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ നടപടിക്രമങ്ങളിലേക്കൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടന്നിരുന്നില്ല. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്ന് പോലും സംശയിച്ചിരുന്ന ഒരു ഘട്ടമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതാ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജൂൺ 19-നാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുക. വി അരുൺ തുടരുന്നുണ്ട്. അരുൺ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരു സെമി ഫൈനൽ എന്ന് തന്നെ രാഷ്ട്രീയ പാർട്ടികൾ നോക്കിക്കാണുന്ന തെരഞ്ഞെടുപ്പാണ് ഇത്. അഭിമാന പോരാട്ടമാണ് LDF-നും അതേസമയം തന്നെ UDF-നും. ഇത് ഈ വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെയും ഒരു സമയത്ത് നടന്നുകൊണ്ടിരുന്നതാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള ചൂടേറിയ ചർച്ചകൾ നടന്നതാണ്. ഒരിക്കൽ കൂടി നമ്മൾ അതിലേക്കൊക്കെ തിരിഞ്ഞു നോക്കിയാൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 2 മുന്നണികൾക്ക് ഏറ്റവും അഭിമാന പ്രശ്നം. BJP-ക്കാകട്ടെ NDA മുന്നണിക്കാകട്ടെ അത് സ്ഥിതി മെച്ചപ്പെടുത്താനുള്ള ഒരു അവസരമായി അവർ കാണുമെന്ന് ഉറപ്പാണ്. സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ വന്നാൽ UDF ക്യാമ്പിൽ കോൺഗ്രസിന്റെ സീറ്റാണ്. അവിടെ ആര്യാടൻ മുഹമ്മദിന്റെ തട്ടകമായിരുന്നു. ഷൗക്കത്തിന്റെ പിതാവ് ആര്യാടൻ മുഹമ്മദിന് തട്ടകമായിരുന്നു നിലമ്പൂർ. അവിടെ ആര്യാടൻ ഷൗക്കത്ത് സ്വാഭാവികമായും തനിക്ക് ആ മണ്ഡലം കിട്ടണമെന്ന ആഗ്രഹമുള്ളയാളാണ്. അവിടെ തനിക്ക് അതിന് അവകാശമുണ്ടെന്ന് വിശ്വസിക്കുന്നയാളാണ് നിലമ്പൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ആര്യാടൻ ഷൗക്കത്ത്. അതുകൊണ്ട് തന്നെ ആര്യാടൻ ഷൗക്കത്ത് ആ സീറ്റിന് വേണ്ടി വളരെയധികം മോഹിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ UDF കോൺഗ്രസ് അത്ര എളുപ്പത്തിൽ അത് ആര്യാടൻ ഷൗക്കത്ത് നൽകുമോ? അവിടെ VS ജോയി എന്ന മലപ്പുറം DCC അധ്യക്ഷൻ ജോയി അവിടെ സ്ഥാനാർത്ഥിയാകാൻ ഏറെ ആഗ്രഹിക്കുന്ന ആളാണ്. PV അൻവറിന്റെ പിന്തുണ ജോയിക്കുണ്ട്. ജോയിയോ ഷൗക്കത്തോ എന്ന കാര്യമാണ് അറിയേണ്ടത്. അദ്ദേഹം ഒരു സമവായത്തിലൂടെ ഒരുപക്ഷെ ജോയിലേക്ക് തന്നെ അവസാനം എത്തിയേക്കാം. വലിയ ചർച്ചകൾ, വലിയ തർക്കങ്ങൾ കോൺഗ്രസിൽ ഉണ്ടായതാണ്. കോൺഗ്രസ് നേതാക്കളുടെ ഒരു ഏറ്റവും വലിയ അവകാശവാദം കഴിഞ്ഞ കാലങ്ങളിലെ പോലെ എല്ലാ കോൺഗ്രസ് ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ, ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ആ മിനിറ്റിൽ, ആ മണിക്കൂറുകൾക്കുള്ളിൽ
സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ മാത്രം ശക്തമാണ് UDFന്റെ കോൺഗ്രസിന്റെ സംവിധാനം. അത്രയധികം ഐക്യം അവിടെ ഉണ്ട് എന്ന അവകാശവാദമാണ് VD സതീശനും നേരത്തെ കെ സുധാകരനും ഒക്കെ ഉയർത്തിയിരുന്നത്. അതിന് തെളിവായി ചൂണ്ടിക്കാട്ടി തൃക്കാക്കര, പുതുപ്പള്ളി, അതുപോലെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുകളാണ്, ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകളാണ്. അവിടെയൊക്കെ ഈ തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വന്ന അല്ലെങ്കിൽ പ്രഖ്യാപനം വന്ന മണിക്കൂറുകൾക്കുള്ളിൽ അവർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നു. ആ വെല്ലുവിളി ഇപ്പോഴും നടപ്പാക്കാൻ കോൺഗ്രസിന് കഴിയുമോ എന്ന് കാത്തിരുന്ന് കാണാം. അവർ വലിയ ആത്മവിശ്വാസത്തിലാണ്. ആ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നുള്ളത്. അങ്ങനെയെങ്കിൽ ഏതാനും മണിക്കൂറുകൾക്ക് അകം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആര്, അത് ഷൗക്കത്താണോ അല്ലെങ്കിൽ ജോയി ആണോ എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടാകും. പക്ഷേ CPM-ന് ഇടതുമുന്നണിക്ക് അത്ര എളുപ്പമാകുമോ എന്ന കാര്യത്തിൽ കണ്ടറിയണം. ആരാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്ന് അറിഞ്ഞ ശേഷം മാത്രം സ്ഥാനാർത്ഥി നിർണ്ണയത്തിലേക്ക് കടന്നാൽ മതി. സ്വതന്ത്രന്റെ സാധ്യതകൾ അവിടെ CPM പരിശോധിക്കുമെന്ന് മാത്രമല്ല അരുൺ, ആദ്യ ഘട്ടത്തിൽ ആ ഘട്ടത്തിലൊക്കെ ചർച്ച ചെയ്തിരുന്നത് LDF കാത്തിരിക്കുന്നത് UDF വിട്ടുവരുന്ന ഒരു വ്യക്തിയാണ് എന്ന തരത്തിലൊക്കെയുള്ള അഭ്യൂഹങ്ങളൊക്കെയും ആ ഘട്ടത്തിൽ ചർച്ചയായിരുന്നില്ലേ? തീർച്ചയായിട്ടും ആര്യാടൻ ഷൗക്കത്തുമായും ഒക്കെ നേരിട്ട് ആ പേര് തന്നെ പറയാം. ആര്യാടൻ ഷൗക്കത്തുമായും ഒക്കെ പലതവണ ചർച്ചകൾ CPM-ന്റെ പല നേതാക്കൾ നടത്തിയിരുന്നു. ആ ചർച്ചകളുടെ പുരോഗതി എന്തെന്നുള്ളത് പിന്നീട് വ്യക്തമായതില്ല. പക്ഷേ ഷൗക്കത്തിനെ ഒപ്പം നിർത്താനാകുമെന്ന് തന്നെയാണ്, സീറ്റ് നൽകിയില്ലെങ്കിൽ പോലും ഒപ്പം നിർത്താനാകുമെന്ന പ്രതീക്ഷയാണ് UDF ക്യാമ്പിനുള്ളത്. ഷൗക്കത്തോ അല്ലെങ്കിൽ ആരായാലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആര് എന്ന് കണ്ട ശേഷം അവിടുത്തെ സാഹചര്യം വിലയിരുത്തിയ ശേഷം മാത്രമേ സ്ഥാനാർത്ഥി നിലയിലേക്ക് കടക്കുകയുള്ളൂ എന്ന് നേരത്തെ CPM നേതൃത്വം രഹസ്യമായും പരോക്ഷമായും ഒക്കെ വ്യക്തമാക്കിയിരുന്നതാണ്. അവർ കാത്തിരിക്കുകയാണ് ആരാണ് UDFന്റെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി, അവിടെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാകും, അതിനനുസരിച്ച് മാത്രം സ്ഥാനാർത്ഥി മതി എന്ന തീരുമാനമാണ് CPM-നുള്ളത്. അങ്ങനെ ഒരുപക്ഷെ അവരുടെ സ്ഥാനാർത്ഥി നിർണ്ണയം കുറച്ച് ദിവസങ്ങൾ കൂടി നീണ്ടേക്കാം. ഈ അടുത്ത ആഴ്ച 7-ാം തീയതി 8-ാം തീയതി ഒക്കെ CPM-ന്റെ സംസ്ഥാന സമിതി യോഗം ചേരുന്നുണ്ട്. പക്ഷേ അതിന് മുന്നോടിയായ ഒരു സ്ഥാനാർത്ഥി അവർക്ക് തീരുമാനിച്ചേ മതിയാകൂ. ഈ ഷെഡ്യൂൾ അനുസരിച്ച് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചേ മതിയാകൂ. അതുകൊണ്ട് തന്നെ CPM അധികം വൈകാതെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് പോകും. അപ്പോൾ അവർ കാത്തിരിക്കുന്നത് UDF ക്യാമ്പ് എങ്ങനെയാണ്, എപ്പോഴാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത്. VD സതീശന്റെ വലിയ ആത്മവിശ്വാസമുണ്ട്. സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടൻ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള അത്രയധികം ഐക്യവും ശക്തിയും കോൺഗ്രസിന് ഉണ്ട് എന്നുള്ളത്. അങ്ങനെയെങ്കിൽ മണിക്കൂറുകൾക്ക് നമുക്ക് ആ കോൺഗ്രസ് സ്ഥാനാർത്ഥി അറിയാം. കോൺഗ്രസിന് പ്രചരണ രംഗത്തേക്ക് വളരെ വേഗം മുന്നിട്ടിറങ്ങാൻ കഴിയുകയും ചെയ്യും. പക്ഷേ അപ്പോഴും ഈ സ്ഥാനാർത്ഥി അങ്ങനെ പ്രഖ്യാപിച്ചാൽ അത് ഏകപക്ഷീയമാണെങ്കിൽ അത് വലിയ പൊട്ടിത്തെറിയും കോൺഗ്രസ് ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. അത് ജോയി വന്നാലും അല്ലെങ്കിൽ അപ്പുറത്ത് ആര്യാടൻ ഷൗക്കത്ത് വന്നാലും PV അൻവർ നിലപാട് നിർണായകമാണ്. അൻവറിൻ ഏത് പാർട്ടിയാണ്, ഏത് മുന്നണിയാണെന്ന കാര്യത്തിലൊക്കെ വലിയ അനിശ്ചിതത്വം എപ്പോഴുമുണ്ട്. തൃണമൂൽ കോൺഗ്രസ് അൻവർ വിടുമെന്ന തരത്തിലുള്ള സൂചന നേരത്തെ പുറത്തു വന്നിരുന്നു. തൃണമൂൽ കോൺഗ്രസ് UDF സഹകരിപ്പിക്കാൻ കഴിയില്ലെന്ന് അവർ പറഞ്ഞിരുന്നു. പുറത്ത് സഹകരിപ്പിക്കാൻ ആലോചിച്ചിരുന്നു. കോൺഗ്രസിലേക്ക് അൻവർ കോൺഗ്രസിലേക്ക് തിരിച്ചു പോകുമെന്ന തരത്തിലുള്ള സൂചനകളുണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളൊക്കെ ഈ വരും മണിക്കൂറുകൾ തന്നെ ഒരു വ്യക്തത വന്നേക്കാം. ഏതായാലും ഏറ്റവും വളരെ നിർണായകമായ ഒരു ഉപതെരഞ്ഞെടുപ്പിനാണ് നിലമ്പൂർ കളമൊരുങ്ങുന്നത്. കാരണം അത് കേവലം ഒരു ഉപതെരഞ്ഞെടുപ്പല്ല, നേരത്തെ സൂചിപ്പിച്ച പോലെ ഇടത് വലത് മുന്നണികൾക്ക് അഭിമാന പോരാട്ടമാണ്. അതിനപ്പുറം ആത്മവിശ്വാസം നിലനിർത്താനുള്ള അല്ലെങ്കിൽ വീണ്ടെടുക്കാനുള്ള അവസരമാണ്. UDF-നാകട്ടെ ദീർഘനാൾ ഭരണത്തിൽ അകന്നു നിൽക്കുന്നു. ഉപതെരഞ്ഞെടുപ്പുകൾ അവർക്ക് വലിയ വിജയം ഈ കാലങ്ങളിലൊക്കെ ഉണ്ടാകാറുണ്ട്. ചേലക്കര മാത്രമാണ് അതിനൊരു അപവാദമായത്. അതുകൊണ്ട് തന്നെ UDF-ന് ഇത് വിജയിച്ചേ മതിയാകൂ. മാസങ്ങൾക്കപ്പുറം ജൂണിൽ ഒരുപക്ഷെ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ നവംബറിലോ ഡിസംബറിലോ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം നീങ്ങുകയാണ്. അതിനു മുമ്പ് ഒരു ഉപതെരഞ്ഞെടുപ്പ് വിജയം വളരെ നിർണായകമാണ് UDF-നും ഇടതുമുന്നണിക്കും എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ രണ്ടും കൽപ്പിച്ചുള്ള കൈമൈ മറന്നുള്ള പോരാട്ടമാകും നിലമ്പൂരിൽ ഇരു മുന്നണികളും കാഴ്ചവെക്കാൻ പോകുന്നത്. തീർച്ചയായും VV അരുണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. CV അനുമോദ് മലപ്പുറത്ത് നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. അനുമോദ്, നമുക്കറിയാം പഹൽഗാം ഭീകരാക്രമണത്തിന് തൊട്ടു മുമ്പ് വരെ നമ്മൾ ഏറെ ആകാംക്ഷയോടെ ഓരോ ദിവസവും ഓരോ നീക്കങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നതാണ്. രാഷ്ട്രീയ പാർട്ടികളെല്ലാം അത്രത്തോളം സജീവമായ ചർച്ചയിലായിരുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്കൊക്കെ എത്തി നിന്ന് രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ കൊഴുത്തു നിന്ന ഘട്ടത്തിലാണ് ഈ ഒരു ആക്രമണ പശ്ചാത്തലത്തിൽ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഡേറ്റ് ഡിക്ലെയർ ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിലേക്കൊക്കെ പോയത്. ഇപ്പോൾ ഒടുവിൽ ഇതാ ഡേറ്റ് ഡിക്ലെയർ ആയിരിക്കുകയാണ്. ആ ഒരു ചൂടൻ ചർച്ചയിലേക്ക്, ചൂടൻ ഡിസ്കഷനിലേക്കൊക്കെ വീണ്ടും രാഷ്ട്രീയ പാർട്ടികൾ ഈ നിമിഷം മുതൽ കടന്നിരിക്കും. സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് അത് എത്രയും പെട്ടെന്ന് എത്താൻ പറ്റുക എന്നുള്ളതാണ് ഇനി മുന്നണികൾക്ക് മുന്നിലുള്ള ലക്ഷ്യം. നിലമ്പൂരിലെ നിലവിലത്തെ ഒരു സാഹചര്യം, അവരുടെ ചർച്ചകൾ, ഒരുക്കങ്ങൾ അടക്കമുള്ള വിശദാംശങ്ങൾ. നമുക്കറിയാം UDF-ന്റെ ഭാഗത്തു നിന്നുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനായിട്ടാണ് സത്യത്തിൽ നിലമ്പൂർ കാത്തിരിക്കുന്നത്. ആര്യാടൻ ഷൗക്കത്ത്, VS ജോയ് എന്നീ രണ്ട് പേരുകൾക്ക് അപ്പുറത്ത് മറ്റൊരു സാധ്യതയും
ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഉയർന്നു വരുന്നില്ല എന്നുള്ളൊരു വസ്തുത തന്നെയാണ്. ആര്യടൻ ഷൗക്കത്തിന് അവസാന ഘട്ട ചർച്ചകളിൽ ഒരു മേൽക്കൈ ഉണ്ടായിരുന്നു എന്ന തരത്തിലായിരുന്നു ചർച്ചകൾ നടന്നിരുന്നത്. ആ ഘട്ടത്തിലാണ് പെഹൽഗാം ആക്രമണം വരികയും തുടർന്ന് മറ്റ് സംഭവവികാസങ്ങൾ ഉണ്ടാവുകയും തെരഞ്ഞെടുപ്പ് നീണ്ടുപോവുകയും ചെയ്യുന്ന അവസ്ഥ വന്നിരിക്കുന്നത്. അപ്പോൾ ചർച്ചകൾ നിർത്തിവെച്ചിരുന്നു. ആ ഘട്ടത്തിൽ ആര്യടൻ ഷൗക്കത്തിന് ഒരു മേൽക്കൈ ഉണ്ടായിരുന്നു എന്ന തരത്തിൽ തന്നെയാണ് നമുക്ക് കോൺഗ്രസിൽ നിന്ന് വിശ്വസനീയ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന സൂചന. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആര്യടൻ ഷൗക്കത്തിന് ഇപ്പോഴും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള സാധ്യത തന്നെയാണ് UDF-ൽ നിന്ന് കാണുന്നത്. മറുവശത്ത് LDF-ന്റെ സ്ഥാനാർത്ഥി ഒരുപക്ഷെ LDF-ലെ ഏതെങ്കിലും യുവ നേതാക്കൾ DYFI-യുടെ ജില്ലാ പ്രസിഡന്റായ ഷബീറിന്റെ പേരാണ് സജീവമായിട്ട് ഉയർന്നു കേൾക്കുന്നത്. മറ്റു പല പേരുകളും വരുന്നുണ്ടെങ്കിലും ഈ ഒരു ഘട്ടത്തിൽ ഷബീറിന്റെ ഒരു പാർട്ടിയുടെ തന്നെ മുഖമായിട്ടുള്ള ഒരാൾ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കട്ടെ, പാർട്ടി വോട്ടുകൾ അത് പരമാവധി നേടാനുള്ള സാഹചര്യങ്ങൾ നോക്കട്ടെ എന്നൊരു നിലപാടിലാണ് പാർട്ടിക്കുള്ളത്. UDF-ൽ നിന്നും ആരെങ്കിലും വിട്ടുപോരുന്നുവെന്നുള്ള പ്രതീക്ഷ ഈ ഘട്ടത്തിൽ LDF-നില്ല. അത്തരത്തിലുള്ള ചർച്ചകളും LDF ഇതിനു മുമ്പേ ഉപേക്ഷിച്ചതാണ്. അപ്പോൾ അങ്ങനെ ആര്യടൻ ഷൗക്കത്തോ അല്ലെങ്കിൽ ഷബീർ, ഈ ആര്യടൻ ഷൗക്കത്തും ഷബീറുമായിരിക്കും LDF-നെയും UDF-നെയും സ്ഥാനാർത്ഥികൾ എന്ന് വേണം ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് വിലയിരുത്തുവാൻ. മറിച്ച് അവിടെ NDA ആകട്ടെ അവരുടെ ചർച്ചകൾ എവിടെയും തുടങ്ങി വെച്ചിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. നവ്യ ഹരിദാസിന്റെ പേര് ആദ്യഘട്ടത്തിൽ സൂചനകളിൽ ഉണ്ടായിരുന്നു. ഒരു സമയത്ത് ഇപ്പോൾ അനുമോദിലേക്ക് എത്താം. UDF കൺവീനർ അടൂർ പ്രകാശ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ അടൂർ പ്രകാശ്, നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എത്രത്തോളം സജ്ജമാണ് UDF? UDF-നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിരിക്കുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാൻ സാധ്യത ഉണ്ട് എന്ന് പ്രചരണം കൊടുത്തുകൊണ്ട് നടന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ ഏതായാലും കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെ ഒരു തീരുമാനമെടുത്തതിൽ എന്നെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ ശ്രീ അടൂർ പ്രകാശാണ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ ടെലിഫോൺ ലൈനിൽ ചില തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. അടൂർ പ്രകാശ്, താങ്കൾക്ക് തുടരാം. ഇപ്പോൾ വ്യക്തമാണ്. അല്ല, ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ ഒന്നിച്ച് UDF ഒന്നിച്ച് നിന്നുകൊണ്ട് പോരാട്ടം നടത്തും. ആ പോരാട്ടത്തിൽ ഞങ്ങൾ അതിൽ നല്ല വിജയം കൈവരിക്കുമെന്ന ശുഭാപ്തി വിശ്വാസമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതിന് ഒരു സംശയവും ആർക്കും വേണ്ട. ഇനിയുള്ള ഞങ്ങൾ അതിനുവേണ്ടിയുള്ള പ്രവർത്തന നേതൃത്വം കൊടുത്തുകൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും. ഈ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചാൽ ആ അടുത്ത നിമിഷം സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി ഉണ്ടാകുമെന്ന് ആദ്യഘട്ടത്തിലെ പറഞ്ഞിരുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം അത് ഇന്ന് പ്രതീക്ഷിക്കണോ? ഞങ്ങൾ ഇന്ന് തന്നെ ആലോചിച്ചുകൊണ്ട് അതിനുള്ള നടപടികളുമായി മുമ്പോട്ട് പോകും. എന്തായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം പോകുന്ന പ്രശ്നം ഉണ്ടാകില്ല. അത് പിന്നെ പ്രതിപക്ഷ നേതാവും അതുപോലെ KPCC പ്രസിഡന്റും എല്ലാവരുമായി കൂട്ടി ആലോചിച്ച് അതിനുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതാണ്. തീർച്ചയായും വളരെ നന്ദി ശ്രീ അടൂർ പ്രകാശ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് UDF കൺവീനർ നമ്മളുമായി പങ്കുവച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നാൽ ഉടൻ തന്നെ UDF-ന്റെ സ്ഥാനാർത്ഥിയെ മുന്നിൽ നിർത്തുമെന്ന് പറഞ്ഞിരുന്നതാണ്. ആ പ്രഖ്യാപനം അത് പാലിക്കപ്പെടും. ഒരു വ്യക്തതയുണ്ട്. ഇന്ന് തന്നെ ആ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് UDF കൺവീനർ നമ്മളോട് അറിയിച്ചിട്ടുള്ളത്. അനുമോദ്, തുടരാം. തീർച്ചയായും ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം UDF-ന്റെ സ്ഥാനാർത്ഥി ആര് എന്നുള്ള ചോദ്യം തന്നെയാണ് ഉയരുന്നത്. കാരണം നിലമ്പൂരിലെ LDF-ന്റെ സ്ഥാനാർത്ഥിയായി 2 തവണ വിജയിച്ച PV അൻവർ ഇപ്പോൾ UDF-നൊപ്പമാണ്. അതുകൊണ്ട് തന്നെ PV അൻവറിന്റെ രാജിയാണ് ഈ ഒരു നിലമ്പൂരിലെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വഴിവെക്കുകയും ചെയ്തിരിക്കുന്നത്. PV അൻവറിനെ സംബന്ധിച്ച് ഇവിടെ രാഷ്ട്രീയ ജീവിതത്തിൽ നിലനിൽക്കുന്നതിന്റെ ഏറ്റവും വലിയ അഗ്നിപരീക്ഷയാണ് നിലമ്പൂരിലെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ UDF-ന് വലിയ മാർജിനിൽ വിജയം നേടിക്കൊടുക്കുക എന്നുള്ളത്. ഈ PV അൻവറിന്റെ രാഷ്ട്രീയ നിലനിൽപ്പും ഈ ഒരു തെരഞ്ഞെടുപ്പിനെ ആശ്രയിച്ചിരിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും UDF-ന് വേണ്ടി അൻവർ കയ്യുമയും മറന്നിറങ്ങുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നീണ്ടുപോകുന്നതിനെ കുറിച്ച് അദ്ദേഹം ആശങ്കപ്പെട്ടിരുന്നു. ഹൈക്കോടതിയെ സമീപിക്കാൻ വരെ ആലോചിച്ചിരുന്നു. അപ്പോഴാണ് ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ പെട്ടെന്നുള്ള പ്രഖ്യാപനം വന്നിരിക്കുന്നത്. നമുക്കറിയാം, അൻവറിലൂടെ LDF പിടിച്ചെടുത്ത മണ്ഡലം അൻവർ തന്നെ UDF-ന് നൽകുന്നു എന്നാണ് UDF നേതാക്കൾ ഇക്കാര്യത്തിൽ പ്രതീക്ഷ പ്രകടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊക്കെ പേരുകളിലേക്ക് ചർച്ചകൾ വരുന്നു മുമ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ PV അൻവർ VS ജോയിയുടെ പേര് മുന്നിൽ വെച്ച്
ചർച്ചകൾക്ക് തുടക്കമിട്ടിരുന്നു. പക്ഷേ അത് ഒരു കടുംപിടുത്തമല്ല, തന്റെ ഭാഗത്തു നിന്നൊരു അഭിപ്രായം മാത്രമാണെന്ന് അൻവർ തന്നെ പിന്നീട് വിശദീകരിക്കുകയും ആര്യടൻ ഷൗക്കത്ത് ആണെങ്കിലും ആരാണെങ്കിലും 100% UDF-നൊപ്പമാണ് താനെന്ന് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ ചർച്ചകൾ ഏറ്റവും അവസാന ഘട്ടത്തിലെത്തിക്കുമ്പോഴും ആര്യടൻ ഷൗക്കത്തിന്റെ പേരിന് തന്നെയാണ് മുൻതൂക്കമുള്ളതായിട്ട് കാണുന്നത്. പല ഘടകങ്ങൾ ഇതിനിടയിൽ ചർച്ച ചെയ്തിരുന്നെങ്കിൽ പോലും മാറിയ ഈ കോൺഗ്രസിന്റെ പുനഃസംഘടന, നേതൃതലത്തിലെ പുനഃസംഘടന വരെ നിലമ്പൂരിലെ സ്ഥാനാർത്ഥിത്വത്തിൽ പ്രതിഫലിക്കുന്ന ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആര്യടൻ ഷൗക്കത്തിന് ഇവിടെ സാധ്യത പട്ടികയിൽ ഏറ്റവും അധികം ആര്യടൻ ഷൗക്കത്ത് തന്നെ നിലമ്പൂരിൽ വരാനുള്ളൊരു സാധ്യത തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ കാണുന്നത്. പക്ഷേ അവസാനഘട്ട മണിക്കൂറിലെ ചർച്ചകൾ അതിന്ന് പൂർത്തിയാക്കുമെന്നാണ് അറിയുന്നത്. VS ജോയിക്ക് വേണ്ടി വലിയൊരു വിഭാഗം രംഗത്തുണ്ടായിരുന്നു. VS ജോയി നിലവിൽ DCC അധ്യക്ഷനാണ്. ഇപ്പോൾ നിലവിൽ ഏറെ സാധ്യത കൽപ്പിച്ചിരുന്ന വ്യക്തി കൂടിയാണ്. അപ്പോൾ VS ജോയിയെ പരിഗണിച്ചില്ലെങ്കിൽ പകരം VS ജോയിക്ക് മറ്റെന്തെങ്കിലും ഒരു സ്ഥാനങ്ങൾ വാഗ്ദാനം ചെയ്യും നേതൃത്വം എന്ന് തന്നെ വേണം വിലയിരുത്തുവാൻ. അങ്ങനെയാണെങ്കിൽ ആര്യടൻ ഷൗക്കത്ത് തന്നെ നിലമ്പൂരിൽ മത്സരിക്കുന്ന കാര്യത്തിൽ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ അതുതന്നെയാണ് കണക്കാക്കേണ്ടത്. അതേസമയം ഇടതുപക്ഷത്തിനാണെങ്കിൽ ഇടതുപക്ഷത്തിന്റെ പല പേരുകൾ സ്വതന്ത്ര പരീക്ഷണം നിലമ്പൂരിൽ ആവർത്തിക്കാനുള്ളൊരു കണക്കൂട്ടലായിരുന്നെങ്കിൽ പോലും കോൺഗ്രസിൽ നിന്ന് പ്രതീക്ഷിച്ച പോലെ നേതാക്കളുടെ ഒരു മാറ്റം ഉണ്ടാകുന്ന സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ഇടതുപക്ഷ ചിഹ്നത്തിൽ തന്നെ മത്സരിക്കുന്ന ആരെങ്കിലും ആകും സാധ്യത. DYFIയുടെ ജില്ലാ പ്രസിഡന്റായ P. ഷബീറിനാണ്. ഷബീർ മണ്ഡലത്തിലെ തന്നെ സ്വദേശിയാണ്, എടക്കര സ്വദേശിയാണ്, മണ്ഡലത്തിൽ ചിരപരിചിതനാണ്, യുവനേതാവാണ്. അങ്ങനെ പല ഘടകങ്ങളും ഷബീറിന് അനുകൂലമായിട്ടുണ്ട്. മറ്റു പലരെയും പരിഗണിക്കുമ്പോൾ അത്തരം പരീക്ഷണങ്ങൾക്ക് മുതിരാതെ പാർട്ടിയുടെ മുഖമായിട്ട് പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിക്കുന്നതാണ് ഈ ഘട്ടത്തിൽ അഭികാമ്യം എന്നൊരു അഭിപ്രായം പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഷബീറിന്റെ സാധ്യതകളാണ് ഇപ്പോൾ ഏറെയും കാണുന്നത്. മാറ്റങ്ങൾ വന്നേക്കാം എങ്കിൽ പോലും ആര്യടൻ ഷൗക്കത്തും ഷബീറും ആയിരിക്കാം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ LDF-ന്റെയും UDF-ന്റെയും സ്ഥാനാർത്ഥികളായിട്ട് ഉണ്ടാവുക. LDF-ന്റെ സ്ഥാനാർത്ഥി ഷബീറും UDF-ന്റെ സ്ഥാനാർത്ഥിയായ ആര്യടൻ ഷൗക്കത്തും ആയിരിക്കും ഉണ്ടാവുക എന്ന തരത്തിൽ തന്നെയാണ് ഈ ഘട്ടത്തിലെ ഒരു സാഹചര്യങ്ങൾ. NDA-ക്കാവട്ടെ ഒരു പേരുകളിലേക്കും ആദ്യം അവർ പോയിരുന്നില്ല. തെരഞ്ഞെടുപ്പിലെ ചർച്ചയിൽ എവിടെയും NDA മുന്നിലും ആലോചനകളും തുടങ്ങിയിരുന്നില്ല. പക്ഷേ ഇത്രയും വേഗത്തിൽ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ NDA-യുടെ ഭാഗത്തു നിന്നും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും ഏറെ വൈകാതെ തന്നെ കണക്കാക്കണം. നവ്യ ഹരിദാസിന്റെ പേര് സജീവമായിട്ട് മണ്ഡലത്തിൽ ചർച്ചയിൽ ഉണ്ടായിരുന്നു. കാരണം പ്രിയങ്ക ഗാന്ധിക്കെതിരെ മത്സരിച്ചതോടെ മണ്ഡലത്തിൽ വളരെ പരിചിത മുഖമായിട്ട് നവ്യ മാറിയിട്ടുണ്ട്. മാത്രമല്ല വനിത എന്ന പരിഗണന ഒരു NDA-യുടെ വളർന്നു വരുന്ന ഒരു യുവ വനിതാ നേതാവ് എന്ന പരിഗണന ഇതൊക്കെ അവരെ സംബന്ധിച്ച് അനുകൂലമായിട്ടുള്ളതാണ് NDA കാണുന്നത്. സ്വാഭാവികമായിട്ടും നവ്യ ഹരിദാസിന്റെ പേര് സജീവ ചർച്ചയിലുണ്ട്. ഷോൺ ജോർജിന്റെ പേരും ആദ്യഘട്ടത്തിലൊക്കെ ഈ വഖഫ് മുൻപോക്കെ വലിയ വിഷയമായി കത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഷോൺ ജോർജിന്റെ പേരും ഇവിടെ പരിഗണിച്ചിരുന്നു. ക്രിസ്തീയ മതവിഭാഗങ്ങളുടെ വോട്ട് സ്വാധീനിക്കാൻ ഷോണിന് കഴിയുമെന്നൊരു കണക്കൂട്ടലിൽ അത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിലേക്കൊക്കെ ഇനി NDA എങ്ങനെ എത്തുമെന്നുള്ളത് ഒരു മണിക്കൂറിൽ തന്നെ കണ്ടറിയേണ്ട കാര്യമാണ്. നിലവിൽ നിലമ്പൂരിൽ എപ്പോൾ പ്രഖ്യാപിച്ചാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയെന്ന് LDF-ഉം UDF-ഉം ഒരുപോലെ അവകാശപ്പെടുമ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എപ്പോൾ ഉണ്ടാകുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. ഏറെ വൈകാതെ ഇന്നോ നാളെയോ ആയിട്ട് തന്നെ ഇരു മുന്നണികളെയും സ്ഥാനാർത്ഥികളെ വ്യക്തമാകുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാനാകുന്നത്. അനുമോദ്, അത് തന്നെയാണ് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം വന്നിരിക്കുന്നു. ഇനി സ്ഥാനാർത്ഥി പ്രഖ്യാപനം, അതിലേക്കാണ് രാഷ്ട്രീയ കേരളം ഏറെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. അനുമോദ്, ആര്യാടൻ ഷൗക്കത്തിലേക്ക് എന്ന പേരിലേക്കാണ് UDF എത്തുന്നത് എങ്കിൽ അവിടെ പൈതൃകം എന്ന ഫാക്ടർ നിലനിൽക്കുന്നുണ്ട്. അത് വിജയ സൂചകമായി അവർ മുന്നിൽ കാണുന്നു. പക്ഷേ ഈ സമകാലിക രാഷ്ട്രീയം നോക്കുമ്പോൾ അൻവറിന്റെ സ്ഥാനം, സ്വാധീനം അത് തള്ളിക്കളയാനാകില്ല. ഈ അൻവർ ഫാക്ടറിനെ കൂടി UDF മുന്നോട്ട് വെക്കുന്ന സാഹചര്യത്തിൽ അൻവർ നിർദ്ദേശിച്ച പേര് തള്ളിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത്, അത്തരത്തിലൊരു ആശങ്ക UDF-ന് ഇല്ല എന്നാണോ? തീർച്ചയായും അത് ആദ്യഘട്ടത്തിലൊക്കെ വലിയ ചർച്ചയിൽ തന്നെയായിരുന്നു. അൻവർ ഒരു ഭീഷണിയാകുമോ, ജോയി അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നാൽ അൻവർ ഈ UDF-നെ പിന്തുണയ്ക്കാതിരിക്കുമോ എന്നുള്ള ചർച്ചകളുണ്ട്. പക്ഷേ ഇപ്പോൾ അൻവറിനെ സംബന്ധിച്ച് മുന്നണിയുടെ ഭാഗമായി നിൽക്കണമെങ്കിൽ ഈ പറയുന്ന നിലമ്പൂരിൽ UDF-ന് മികച്ച ഒരു വിജയം നൽകിയേ തീരൂ. ആ ഒരു ഘട്ടത്തിൽ തൻ്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതെയാക്കുന്ന ഒരു നടപടിക്ക് അൻവർ ഒരിക്കലും തയ്യാറാകുമെന്ന് കരുതാനാകില്ല. കാരണം അൻവറിനെ സംബന്ധിച്ച് LDF എന്ന് വിട്ടു ഇനി സ്വതന്ത്രയുടെ ഏറെ നിൽക്കാനാകില്ല. UDF-ന്റെ ഒപ്പം നിൽക്കുകയും മാത്രമാണ് രാഷ്ട്രീയമായിട്ട് അൻവറിന് മുമ്പിലുള്ള ഒരേ ഒരു പോംവഴി. അതിനവശേഷിക്കുന്ന വഴി അല്ലെങ്കിൽ അതിന് ഏറ്റവും അനുയോജ്യമായ വഴി നിലമ്പൂരിൽ
UDF സ്ഥാനാർത്ഥിയെ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച് നിലമ്പൂരിലെ തന്റെ സാന്നിധ്യം അറിയിക്കുക. തനിക്ക് രാഷ്ട്രീയമായിട്ട് അടിത്തറയുണ്ട്, അവിടെ തന്റെ അണികൾ കൂടെയുണ്ട്, ഇടതുപക്ഷത്തിൽ നിന്നും കുറേ പേർ തനിക്കൊപ്പം വരുമെന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് തെളിയിച്ച് പറഞ്ഞ പ്രസ്താവനയ്ക്ക് അപ്പുറം തെളിയിച്ച് കാണിക്കാനുള്ള ഒരു അവസരമാണ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ്. അദ്ദേഹം അതിനുവേണ്ടി തന്നെയാണ് രാജിവെക്കുകയും ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവിടെ അദ്ദേഹത്തിന്റെ അഭിപ്രായം ജോയി എന്ന പേര് അദ്ദേഹം ആദ്യം പറഞ്ഞെങ്കിൽ പോലും ഷൗക്കത്തിലേക്ക് എത്തുകയാണെങ്കിൽ പോലും അൻവറിനെ സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ അത് പൂർണ്ണമായിട്ടും സഹകരിക്കാതിരിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകില്ല. ഭൂരിപക്ഷത്തിൽ വ്യത്യാസം വന്നേക്കാമെങ്കിൽ പോലും അൻവറിന്റെ ആ നിലപാട് പൂർണ്ണമായിട്ടും ഇപ്പോൾ UDFന് ഭീഷണിയാവുന്ന ആശങ്കയാവുന്ന തരത്തിലാകില്ല എന്ന് തന്നെ വേണം ഈ ഒരു ഘട്ടത്തിൽ വിലയിരുത്താൻ. കാരണം അൻവറിന്റെ രാഷ്ട്രീയ ഭാവി കൂടി അൻവർ കണക്കിലെടുക്കുമ്പോൾ ഈ ഒരു ഘട്ടത്തിൽ UDFനൊപ്പം നിന്നേ കഴിയൂ. അതുകൊണ്ട് തന്നെ ഈ UDFന്റെ സ്ഥാനാർത്ഥി ആരായാലും താൻ എന്തുകൊണ്ടും പിന്തുണയ്ക്കുമെന്ന് അൻവർ പറയുന്നതിന്റെ കാരണവും അതുതന്നെയാണ്. മാത്രമല്ല UDFിലേക്കുള്ള ഒരു ചവിട്ട് പാതയായിട്ട് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിനെ അൻവർ കാണുമെന്നിരിക്കെ അൻവർ ഒരിക്കലും UDFന്റെ വിജയത്തിൽ കുറഞ്ഞൊന്നും നിലമ്പൂരിൽ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. സ്ഥാനാർത്ഥി ചർച്ചകളിൽ അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ PS ജോയിക്ക് ഉണ്ടായിരുന്ന ഒരു മേൽക്കൈ അവസാന ഘട്ടത്തിൽ അൻവറിന്റെ നിലപാട് കൂടി മാറിയതോടെ, മയം വന്നതോടെ ഷൗക്കത്തിന് അനുകൂലമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്ന് വേണം കണക്കാക്കുവാൻ. അനുമോദം, നമുക്കറിയാം LDFനെ സംബന്ധിച്ച് ഇത് എത്രത്തോളം നിർണായകമായ ഒരു അഭിമാന പോരാട്ടമാണ് എന്നുള്ളത്. യുദ്ധം പ്രഖ്യാപിച്ച് ഇറങ്ങിപ്പോയ PV അൻവറിനോടുള്ള ആ ഒരു മത്സരം, വൈര്യം അവിടെ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം സിറ്റിംഗ് സീറ്റ് നിലനിർത്തുക എന്നുള്ള പ്രാമുഖ്യമായ കാര്യം കൂടിയുണ്ട്. അപ്പോൾ ആദ്യഘട്ടത്തിലൊക്കെ ഈ സ്ഥാനാർത്ഥി ആലോചനകളിലേക്ക് കടക്കുമ്പോൾ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ UDFൽ ഉണ്ടായിട്ടുള്ള അസ്വാരസ്യങ്ങൾ അത് മുതലെടുക്കാം എന്നുള്ളൊരു ആലോചന ഉണ്ടായിരുന്നു. ആ ആലോചനയിൽ നിന്നൊക്കെ പൂർണ്ണമായും LDF പിന്മാറി എന്ന് അനുമാനിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ. തീർച്ചയായും അങ്ങനെ തന്നെ വേണം ഈ ഒരു ഘട്ടത്തിൽ കരുതുവാൻ. കാരണം LDFനെ സംബന്ധിച്ച് UDFലെ ഒരു ഭിന്നത മുതലെടുക്കാമെന്നൊരു കണക്കൂട്ടൽ അവർക്കുണ്ടായിരുന്നു. പക്ഷേ ആ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ അത്തരം ചർച്ചകൾക്ക് വലിയ ആയുസ് ഉണ്ടാകില്ല എന്ന തരത്തിൽ തന്നെ UDFന്റെ ഭാഗത്തു നിന്നും ആര്യടൻ ഷൗക്കത്ത് നിലപാടെടുത്തു. ആര്യടൻ ഷൗക്കത്ത് തനിക്ക് കോൺഗ്രസ് അല്ലാതെ മറ്റൊരു ചിന്തകൾ എൻ്റെ രക്തത്തിലില്ല എന്ന് ആര്യടൻ ഷൗക്കത്ത് ഉറപ്പിച്ചു പറഞ്ഞതോടെ മറ്റൊരു പേരിലേക്ക് UDFിൽ നിന്നൊരു പേര് വരും എന്ന കണക്കൂട്ടൽ LDFന്റെ ഭാഗത്ത് നിന്ന് ഇല്ലാതെയായി. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ LDFന്റെ തന്നെ ഒരു പേര് DYFയുടെ നേതാവായ ഷബീറിനാണ് അവിടെ ഒരു സാധ്യത. പിന്നെ മറ്റു പല പേരുകളുണ്ട്. ഷൗക്കത്ത് അലി, അദ്ദേഹം നിലമ്പൂരിൽ സ്വദേശിയാണ്, ജില്ലാ സെക്രട്ടറി അംഗമാണ്. അങ്ങനെ നിലമ്പൂരിൽ പരിചയമുള്ള പാർട്ടിയുടെ നേതാക്കളായിട്ടുള്ളവർ, പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിക്കാൻ കഴിയുന്നവർ, അവരെ തന്നെ ഈ ഘട്ടത്തിൽ നിലമ്പൂരിൽ മത്സരിപ്പിക്കാം എന്നൊരു കണക്കൂട്ടലാണ്. ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥി പരീക്ഷണത്തിൽ നിന്ന് പിന്മാറാനുള്ള കാരണം എന്താണ്? നമുക്ക് പിന്മാറി എന്ന് പൂർണ്ണമായും പറയാനാകില്ല. ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത് മികച്ചൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ കിട്ടാതെ നിലമ്പൂരിൽ LDF മത്സരിച്ചാൽ അവർ പ്രതീക്ഷിക്കുന്നത്ര വോട്ട് പോലും സമാഹരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വരും. അവിടെ UDFന് അനുകൂലമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട്. പക്ഷേ LDFനെ സംബന്ധിച്ച് ആ ഒരു മണ്ഡലത്തിൽ നിലനിൽക്കണമെങ്കിൽ അവരുടെ വോട്ട് ചോരാതെ നോക്കണം. സ്വാഭാവികമായിട്ടും വീണ്ടും സ്വതന്ത്ര പരീക്ഷണത്തിലേക്ക് പോവുകയും പാർട്ടിയുടെ ആളുകൾ പരീക്ഷിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അവിടെ അത് പാർട്ടി വോട്ടർമാർക്കിടയിൽ ഒരു തിരിച്ചടി ഉണ്ടാക്കും, ഒരു മാറി ചിന്തിക്കാനുള്ള സാഹചര്യം വരുത്തും എന്നൊരു തോന്നലും പാർട്ടിക്കുണ്ട്. പലപ്പോഴും നിലമ്പൂർ ഒരിക്കലും ഒരു LDFന്റെ മണ്ണല്ല, അത് UDFന്റെ ഒരു കുത്തകയായി വെച്ച മണ്ഡലമാണ്. അവിടെ സ്വതന്ത്ര പരീക്ഷണം കൊണ്ട് വിജയിച്ചത് മാത്രമാണ് LDFന്റേതായിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ അനുയോജ്യനായ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നത് LDFന്റെ കൃത്യമായ പട്ടികയിൽ ആരും വന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. പല പേരുകളും പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ പാർട്ടി ചിഹ്നത്തിൽ തന്നെ ഒരു സ്ഥാനാർത്ഥി ഇവിടെ വരാൻ തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് സാധ്യത കാണുന്നത്. തീർച്ചയായും CV അനുമോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കേരള രാഷ്ട്രീയം ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അത് ജൂൺ 19 നടക്കുമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനം ഇപ്പോൾ വന്നിട്ടുണ്ട്. 4 സംസ്ഥാനങ്ങളിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഗുജറാത്ത്, പശ്ചിമ ബംഗാൾ, കേരളം, പഞ്ചാബ് എന്നീ 4 സംസ്ഥാനങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ്. പഹൽഗാം ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമോ എന്നുള്ള ആശങ്ക പോലും നിലനിന്നിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഈ പ്രഖ്യാപനം വന്നിട്ടുള്ളത്. ജൂൺ 19
നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കും. നമുക്ക് നേരത്തെ തന്നെ അറിയാം, വലിയ ചർച്ചകളൊക്കെ നടന്നതാണ്. സ്ഥാനാർത്ഥി നിർണയമൊക്കെ അതിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സമയമാണ്. തെരഞ്ഞെടുപ്പിനെ അത്രത്തോളം വലിയ ആകാംക്ഷയോടെയും പ്രാധാന്യത്തോടെയുമാണ് LDFും UDFും എല്ലാം കാണുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നോടിയായിട്ടുള്ള സെമി ഫൈനൽ പോരാട്ടമാണ്. LDFിനെ സംബന്ധിച്ച് അഭിമാനം കാക്കണം, സീറ്റ് കാക്കണം. UDFിനെ സംബന്ധിച്ച് തിരിച്ചു വരണം. അത്തരത്തിൽ വലിയ ദൗത്യം അവർക്ക് മുന്നിലുമുണ്ട്. നില മെച്ചപ്പെടുത്തേണ്ട ഉത്തരവാദിത്തമാണ് NDAക്ക് മുന്നിലുള്ളത്. അത്തരത്തിൽ വളരെ ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അത് ജൂൺ 19 നടക്കും. വോട്ടെണ്ണൽ നടക്കുക ജൂൺ 23-നാണ്. എന്തായാലും UDF ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും ഉടൻ തന്നെ കഴിയുമെങ്കിൽ ഇന്ന് തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നും UDF കൺവീനർ അടൂർ പ്രകാശ് ന്യൂസ് 18നോട് അല്പസമയം മുമ്പ് പ്രതികരിച്ചിരുന്നു. വിജയം സുനിശ്ചിതമാണെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. അല്ല, ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ ഒന്നിച്ച് UDF ഒന്നിച്ച് നിന്നുകൊണ്ട് പോരാട്ടം നടത്തും. ആ പോരാട്ടത്തിൽ ഞങ്ങൾ അതിൽ നല്ല വിജയം കൈവരിക്കുമെന്ന ശുഭാപ്തി വിശ്വാസമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതിന് ഒരു സംശയവും ആർക്കും വേണ്ട. ഇനിയുള്ള ഞങ്ങൾ അതിനുവേണ്ടിയുള്ള പ്രവർത്തന നേതൃത്വം കൊടുത്തുകൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും. സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു പോകുന്ന പ്രശ്നമുണ്ടാകില്ല. അത് പ്രതിപക്ഷ നേതാവും അതുപോലെ KPCC പ്രസിഡന്റും എല്ലാവരുമായി കൂട്ടിയാലോചിച്ച് അതിനുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതാണ്. ആത്മവിശ്വാസത്തിന് ഒട്ടും കുറവ് LDFിനുമില്ല. നിലമ്പൂരിൽ വിജയം ഉറപ്പെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ ന്യൂസ് 18നോട് പ്രതികരിച്ചു. ഇടതുമുന്നണിയിൽ ഒരുക്കങ്ങൾ പൂർണ്ണമാണ്. ഉടൻ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും. UDF സ്ഥാനാർത്ഥിയെ നോക്കിയാകില്ല ഇടത് സ്ഥാനാർത്ഥിയുടെ തീരുമാനമെന്നും LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ പ്രതീക്ഷിച്ച് നേരത്തെ തന്നെ എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന്റെ സംഘടനാ പ്രവർത്തനങ്ങളെല്ലാം നല്ല നിലയിൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൂർത്തീകരിച്ചിട്ടുണ്ട്. ജൂൺ 19 ഇപ്പൊ ഇലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ ഇലക്ഷൻ നല്ല നിലയിൽ നേരിടുന്നതിന് ആവശ്യമായിട്ടുള്ള ക്രമീകരണം ഉണ്ടായിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം കൈവരിക്കുമെന്നുള്ളത് നേരത്തെ തന്നെ ഉറപ്പിച്ചു പറഞ്ഞിട്ടുള്ളതാണ്. ആ ആത്മവിശ്വാസവുമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലമ്പൂര് സ്ഥാനാർത്ഥി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തീരുമാനപ്രകാരം CPM-നെ അനുവദിച്ച സീറ്റാണ്. അതുകൊണ്ട് ആ സീറ്റിൽ CPM ആണ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലും ആവശ്യമായിട്ടുള്ള ആലോചന നടക്കും. സ്ഥാനാർത്ഥി തീരുമാനം അതിന്റെ സമയത്ത് തന്നെ പ്രഖ്യാപിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല നിലയിൽ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടും. UDFന്റെ സ്ഥാനാർത്ഥിയെ നോക്കിയിട്ടല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക എന്നുള്ളതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലമ്പൂരിൽ വിജയം കൈവരിക്കുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആവശ്യമായ ഒരുക്കങ്ങളെല്ലാം നടത്തി വരികയാണ്. നേരത്തെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിനെ പ്രതീക്ഷിച്ച് ആവശ്യമായ ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇടത് വലത് മുന്നണികളെ സംബന്ധിച്ച് പിരിമുറുക്കത്തിന്റെ നിമിഷങ്ങളാണ് ഇനി. ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന നിലമ്പൂർ തെരഞ്ഞെടുപ്പ് അതിന്റെ തീയതി പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. ഇനി സ്ഥാനാർത്ഥി നിർണയത്തിലേക്കാണ് രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. മടങ്ങിയെത്താണ് മൂല്യനിർണയം പൂർത്തിയായാൽ തൊട്ടടുത്ത ദിവസം തന്നെ പരീക്ഷാഫലം ലഭ്യമാക്കാൻ MG സർവകലാശാല വികസിപ്പിച്ച QR അധിഷ്ഠിത സാങ്കേതിക സംവിധാനം വഴിയാണ് ഫലം വേഗത്തിലാക്കുക. 4 വർഷ ബിരുദത്തിലെ 2ാം സെമസ്റ്റർ ഫലം ഇതുവഴി വിജയകരമായി പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് MG സർവകലാശാല. പരീക്ഷ എഴുതി മാസങ്ങൾ നീണ്ട കാത്തിരിപ്പിന് വിരാമം. മൂല്യനിർണ്ണയം പൂർത്തിയാക്കിയാൽ തൊട്ടടുത്ത ദിവസം തന്നെ ഫലം പ്രസിദ്ധീകരിക്കും. MG സർവകലാശാലയാണ് വിജയകരമായ ഈ രീതി നടപ്പാക്കുന്നത്. മൂല്യനിർണ്ണയ ക്യാമ്പുകളിൽ നിന്ന് തത്സമയം വിവരങ്ങൾ സോഫ്റ്റ്വെയറിലേക്ക് QR സംവിധാനം വഴി നൽകാം. അങ്ങനെ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കിയാണ് വിദ്യാർത്ഥികൾക്ക് ഗുണകരമാകുന്ന സാങ്കേതിക രീതി സർവകലാശാല നടപ്പാക്കുന്നത്. ടീച്ചേഴ്സിന് നേരിട്ട് ഒരു QR കോഡ് വഴി പരീക്ഷ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നേരിട്ട് ഗ്രേഡോ മാർക്കോ എൻ്റർ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അത് നേരെ നമ്മുടെ ഒരു ടെസ്റ്റ് മാത്രം നടത്തിയാൽ മതി. അതിലൂടെ നമുക്ക് റിസൾട്ട് ഔട്ടാക്കാൻ പറ്റും. റീവാലുവേഷൻ എന്നുള്ളത് അതിപ്പോൾ കുട്ടിക്ക് നേരെ പേപ്പർ വരെ കാണാൻ പറ്റും. റീവാലുവേഷൻ വേണമെന്ന് ചിന്തിച്ചിട്ട് മതി റീവാലുവേഷൻ. ഇതെല്ലാം ഓൺലൈനിൽ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റും. പരീക്ഷണാടിസ്ഥാനത്തിൽ 4 വർഷ ബിരുദ പ്രോഗ്രാമുകളിലെ 2ാം സെമസ്റ്റർ ഫലം പ്രസിദ്ധീകരിച്ചു. ഇത് വിജയകരമായതോടെയാണ് എല്ലാ കോഴ്സുകളിലേക്കും പുതിയ സംവിധാനം നടപ്പാക്കുന്നത്.
ലഭിച്ച മാർക്കിനൊപ്പം ഓരോ വിഷയത്തിനും വ്യക്തിഗത തലത്തിലും സ്ഥാപന തലത്തിലും സർവകലാശാല തലത്തിലുമുള്ള മികവുകളെ തരംതിരിച്ചാണ് മാർക്ക് ഷീറ്റ് ഉണ്ടാകുക. കോളേജിൽ വാല്യുവേഷൻ നടക്കണമെന്ന് തന്നെ മാർക്ക് അവിടെ ടീച്ചേഴ്സ് എൻ്റർ ചെയ്യുകയും ആ മാർക്ക് ചീഫ് അന്ന് തന്നെ വൈകിട്ടുള്ളിൽ വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സിസ്റ്റം അത് ഇൻടേക്ക് ചെയ്യുകയാണ് ചെയ്യണം. സ്വാഭാവികമായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് റിസൾട്ട് വിടാൻ പറ്റും എന്നുള്ളതാണ് ഈ ഓട്ടോമേറ്റഡ് സിസ്റ്റം കൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന ലാഭം. 6th സെമസ്റ്ററിന്റെ റിസൾട്ട് വിട്ടിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ. അതിനിടക്ക് തന്നെ നമുക്ക് നെക്സ്റ്റ് സെമിന്റെ റിസൾട്ട് വിടാൻ കഴിഞ്ഞത് ഈ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ്. ഫലപ്രഖ്യാപനം വേഗത്തിലാക്കുന്നത് മാത്രമല്ല, ചിലവ് കുറയ്ക്കാനും പുതിയ രീതി ഉപകരിക്കുമെന്നാണ് സർവകലാശാലയുടെ വിലയിരുത്തൽ. സർവകലാശാലയിലെ തന്നെ സ്കൂൾ ഓഫ് കമ്പ്യൂട്ടർ സയൻസിലെ പ്രൊജക്ട് ടീമാണ് പുതിയ സോഫ്റ്റ്വെയർ തയ്യാറാക്കിയത്. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. ഒരിടവേള കൂടി. പത്തനംതിട്ടയിൽ ഹോം നഴ്സിന്റെ മർദ്ദനത്തെ തുടർന്ന് ചികിത്സയിൽ കഴിഞ്ഞ 59-കാരൻ മരിച്ചു. പത്തനംതിട്ട തട്ട സ്വദേശി ശശിധരൻ പിള്ളയാണ് മരിച്ചത്. അൾഷിമേഴ്സ് രോഗിയായ ശശിധരൻ പിള്ളയെ 1 മാസം മുമ്പാണ് ഹോം നഴ്സ് വിഷ്ണു അതിക്രൂരമായി മർദ്ദിച്ചത്. തിരുവനന്തപുരം ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലങ്ങളിലെ 6 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടെ സംസ്ഥാനത്തെ 20 പ്രൈം മണ്ഡലങ്ങൾ ലക്ഷ്യം വെച്ച് ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ തുടങ്ങുന്നു. LDF, UDF മുന്നണികളിൽ നിന്ന് ജനസ്വാധീനമുള്ള നേതാക്കളെ ഒപ്പം ചേർത്ത് സാധ്യതയേറിയ മണ്ഡലങ്ങളിൽ താമര വിരിയിക്കാനുള്ള തന്ത്രങ്ങളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരനും കടുത്ത പോരാട്ടം നടക്കുന്ന തലസ്ഥാനത്തെ 2 മണ്ഡലങ്ങളിലായി മത്സരരംഗത്ത് ഇറങ്ങുമെന്നാണ് സൂചന. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഒന്നാമതെത്തിയ 11 നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് അനൌദ്യോഗിക പ്രചാരണം നേരത്തെ തന്നെ ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സംഘടനാ തലത്തിൽ പുരോഗമിക്കുന്നത്. തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ തിരുവനന്തപുരം സെൻട്രൽ, നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം നിയമസഭാ മണ്ഡലങ്ങൾക്ക് പുറമെ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ ഉൾപ്പെട്ട ആറ്റിങ്ങൽ, കാട്ടാക്കട തുടങ്ങിയ നിയമസഭാ മണ്ഡലങ്ങളിലുമാണ് BJP ഏറ്റവും സാധ്യത കൽപ്പിക്കുന്നത്. നേമത്ത് സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ രാജീവ് ചന്ദ്രശേഖറും വട്ടിയൂർക്കാവിൽ മുൻ സംസ്ഥാന അധ്യക്ഷനും മുതിർന്ന നേതാവുമായ കുമ്മനം രാജശേഖരനും മത്സരരംഗത്ത് ഇറങ്ങിയേക്കുമെന്നാണ് സൂചന. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 22,613 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നേമത്ത് ഒന്നാമതെത്തിയതിന് പുറമെ വട്ടിയൂർക്കാവിൽ 8,162, കഴക്കൂട്ടത്ത് 10,842, കാട്ടക്കടയിൽ 4,779, ആറ്റിങ്ങലിൽ 6,287 ഇങ്ങനെയായിരുന്നു BJPയുടെ ഭൂരിപക്ഷം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP 2ാം സ്ഥാനത്തെത്തിയ 8 നിയമസഭാ മണ്ഡലങ്ങളിൽ ഉൾപ്പെട്ട നെയ്യാറ്റിൻകരയിലും കോവളത്തും പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് BJP നേതൃത്വത്തിന്റെ തീരുമാനം. വിജയപ്രതീക്ഷയുള്ള പ്രൈം മണ്ഡലങ്ങളിൽ LDFിലെയും UDFിലെയും അസംതൃപ്തരായ നേതാക്കളെയും പ്രവർത്തകരെയും ഒപ്പം കൂട്ടാനുള്ള ചർച്ചകളും ഇതിനോടകം ആരംഭിച്ചതായാണ് വിവരം. സംഘടനാ തലത്തിൽ നിലനിൽക്കുന്ന തർക്കങ്ങളും വീഴ്ചകളും പരിഹരിച്ച് മത്സരരംഗത്ത് സജീവമായാൽ 20 നിയമസഭാ മണ്ഡലങ്ങളിൽ ജയമുറപ്പിക്കാനാകുമെന്ന വിലയിരുത്തലിലാണ് BJP കേന്ദ്രങ്ങൾ. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. 9 മണി വാർത്തകളുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശദാംശങ്ങളും വിശകലനങ്ങളും ഒക്കെ കാണാം ന്യൂസ് ട്രെൻഡ്സിൽ. TG സജിത്ത് ചേരും. നമസ്കാരം.